GSTന്റെ മുന്നേ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തരാം. ആരെങ്കിലും ഒരാളൊന്ന് ഹായ് പറഞ്ഞു. ഫൈൻ. Ledger format, ledger Belfi. ഓക്കെ. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംസാരം കഴിഞ്ഞതിന് ശേഷം ആളുകൾ മ്യൂട്ട് വെൻ നോട്ട് സ്പീക്കിംഗ്. നിങ്ങൾ സംസാരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മ്യൂട്ട് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. ഈ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മ്യൂട്ട് ചെയ്യാം. ഫൈൻ. ഓക്കെ. അപ്പം ലാസ്റ്റ് എവിടെ എത്തിയേക്കുന്നതെന്ന് പറഞ്ഞേ. എവിടെയായിരുന്നു നമ്മൾ പ്രോബ്ലം ചെയ്തേക്കുന്നത്? ഞാൻ 2-3 ബാച്ച് ഓടുന്നുണ്ടാണ്. ലെഡ്ജർ കഴിഞ്ഞോ? ലെഡ്ജറിന്റെ ബാലൻസിങ് കഴിഞ്ഞോ? ലെഡ്ജറിന്റെ പ്രോബ്ലംസ് ഒക്കെ എവിടെ എത്തി? ഏതായിരുന്നു ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ഓർക്കുന്നുണ്ടോ? അസൈൻമെന്റ് 9. അതിന്റെ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് എമൗണ്ട് എത്ര? 2,50,000. അതാണോ? അത് ഓരോ ലെഡ്ജറിന്റെ ബാലൻസ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അത് എമൗണ്ട്, അതിന്റെ ആ ഒരു പ്രോബ്ലത്തിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് പറയാമോ? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാപിറ്റൽ ബൈ ക്യാഷ്, അങ്ങനെ 2,50,000. അതാണോ? അതെല്ലാം ക്യാപിറ്റൽ റിസീവ്ഡ് ബൈ ക്യാഷ്. യൂട്യൂബിലാണെങ്കിൽ അവിടെ തന്നെ കമന്റ് ചെയ്തോളെ, ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുമോ? അതിന്റെ ഒരു ഫസ്റ്റ് ലൈൻ കിട്ടിയാൽ ഞാൻ എവിടെ എത്തി എന്നറിയാൻ. കിട്ടോ? ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പഠിക്കും. എല്ലാം വിട്ടുപോയോ? അതിനിടെ GSTന്റെ ക്ലാസ് കയറിയതാ അല്ലേ? Commenced business with capital by cash 1 lakh. 1 lakh ആണോ? Yes. അതെ, 1 lakh ആണ്. 1 minute. 1 lakh പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 10,000. 10,000. അതെ. അപ്പൊ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി ഫാസ്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു പോവാണ്. ജസ്റ്റ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കും. ചിലപ്പം GST അതിനകത്ത് കയറിയതുകൊണ്ട് ചിലപ്പം ഡൗട്ട് വന്നിട്ടുണ്ടാവും. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. അക്കൗണ്ടിങ് എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ചെയ്യുന്ന? ഒരു സ്ഥാപനത്തിന്റെ നഷ്ടലാഭ കണക്കുകൾ കണ്ടെത്താനും, ബിസിനസ് എങ്ങോട്ടേക്കാണോ മുമ്പോട്ടേക്ക് പോകുന്നത്, നഷ്ടത്തിലേക്കാണോ ലാഭത്തിലേക്കാണോ പോകുന്നതെന്ന് അറിയാനും, ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത്. 3 തരത്തിലുള്ള കമ്പനികളുടെ അക്കൗണ്ട്സ് ആണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. ഒന്ന് മാനുഫാക്ചറിങ്, രണ്ടാമത്തത് ട്രേഡിംഗ്, മൂന്നാമത്തത് സർവീസ് എന്ന് പറഞ്ഞ 3 ബിസിനസ്സുകളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 3 ബിസിനസ്സിനകത്തും ഒരുപാട് കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു. ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനുകൾ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിന് നമ്മൾ അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം എന്ന് പറഞ്ഞ 4 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ 4 ഗ്രൂപ്പുകളിൽ തന്നെ വീണ്ടും നമ്മൾ സബ് ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അസറ്റിനെ 2 ആക്കി തിരിച്ചു. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്, ഷോർട്ട് ടേം അസറ്റ് എന്ന് പറയാം. രണ്ടാമത്തത് ലാബിലിറ്റി, ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി. മൂന്നാമത്തത് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻകം, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളെ പഴയ 7 സെഷനുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ്സിനകത്ത് ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന 3 തരത്തിലുള്ള 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സുകൾ പറഞ്ഞു. നോർമൽ, റിയൽ, പേഴ്സണൽ എന്ന് പറഞ്ഞ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സുകൾ പറഞ്ഞു. നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഡെബിറ്റ് എന്താ, ക്രെഡിറ്റ് എന്താന്ന് പറഞ്ഞു. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെബിറ്റ് എന്താ, ക്രെഡിറ്റ് എന്താന്ന് പറഞ്ഞു. പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താന്ന് പറഞ്ഞു. ഇതുവരെ ഓക്കെ അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജേർണൽ ലെഡ്ജർ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ്, അതായത് മാനുവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ചെയ്യേണ്ട 5 സ്റ്റെപ്പുകൾ: റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞ 5 സ്റ്റേജസിൽ പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്, അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ജേർണൽ എന്ന് പറഞ്ഞു. ജേർണൽ, അതിനകത്ത് എഴുതുന്ന സംഭവത്തിനെയാണ് നമ്മൾ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു. അത് എഴുതുന്ന പുസ്തകത്തിനെ നമ്മൾ ജേർണൽ ബുക്ക് എന്ന് പറഞ്ഞു. ഓക്കെ. അത് ജേർണൽ എൻട്രി എങ്ങനെയാണ് എഴുതുക? നോമിനൽ, റിയൽ ആണോ പേഴ്സണൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം അതിന്റെ റൂൾസ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മളത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജേർണൽ എൻട്രി എങ്ങനെയാണ് എഴുതുക എന്ന് പറഞ്ഞു. ആദ്യം ഡേറ്റ്, പിന്നെ പെർട്ടിക്കുലർ, പിന്നെ LF, പിന്നെ എമൗണ്ട് എന്ന് പറഞ്ഞ് ഈ രീതിയിൽ ചെയ്തു.
അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ ക്ലാസിഫൈങ് എന്ന് പറഞ്ഞ സ്റ്റേജിനകത്തേക്ക് എത്തി. ക്ലാസിഫൈങ്ങിന് വേണ്ടി അക്കൗണ്ട്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള റെക്കോർഡ് അകത്ത് ചെയ്തിട്ടുള്ള ഓരോന്നിനെയും അതിന്റെ സ്വഭാവം നാച്ചുറൽ അനുസരിച്ച് തരംതിരിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ്. റെക്കോർഡിങ്ങിന് വേണ്ടി നമ്മൾ അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് എന്തായിരുന്നു? ലെഡ്ജർ എന്ന് പറഞ്ഞു അല്ലെ. ലെഡ്ജറിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ലെഡ്ജർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അതിന്റെ പ്രോബ്ലംസ് നമ്മൾ അസൈൻമെന്റിനകത്ത് നമ്മളെ ആപ്പിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ ഏറെക്കുറെ എൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി വീക്കിലി ചിലപ്പോൾ 2 സെഷൻ കയറും, ചിലപ്പം അസൈൻമെന്റുകൾ ഒന്നും കൂടി സ്ട്രോങ് ആവും. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി മുണ്ട് മുറുക്കി എടുക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. റെഡി അല്ലേ? കാരണം ഇത്രയും കാലം ഇൻകം ടാക്സ് ലാസ്റ്റ് 31st വരെ ഇൻകം ടാക്സിന്റെ കുറച്ച് നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും. ചിലപ്പം 2 സെഷനും 3 സെഷനൊക്കെ കയറും. അപ്പൊ ഒന്ന് എടുത്ത തുണി ഒന്ന് മുറുക്കി കൊടുക്കണം എന്നർത്ഥം. ക്ലിയർ ആയില്ല? അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഓടണം. ഇപ്പൊ നമ്മൾ ഓടി ഓട്ടമായിരിക്കില്ല, ഇനി പോവാം. അതിനനുസരിച്ച് ഒപ്പിച്ച് പോകുന്നില്ല കേട്ടോ. ടൈം എടുത്തിട്ട് പോകേണ്ട ടൈം എടുത്തിട്ട് തന്നെ പോകുള്ളൂ. ഡിസ്കസ് ചെയ്യേണ്ടതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പോകുള്ളൂ. ഒന്നും മിസ്സാകത്തൊന്നുമില്ല. ഓക്കെ. അപ്പൊ എല്ലാവരും അസൈൻമെന്റുകൾ പെട്ടെന്ന് ചെയ്യണം. അസൈൻമെന്റുകൾ പെട്ടെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സ്റ്റാഫും കൂടി നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരും നിങ്ങൾ ചെയ്യും. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഇനി ക്ലാസ്സിലേക്ക് മാത്രമായിരിക്കും. നിങ്ങളെ അക്കാഡമിക് സൈഡിലും ടെക്നിക്കൽ സൈഡിലും ഒക്കെ സ്റ്റാഫുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾ ഡീൽ ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് മുറുക്കി എടുക്കാൻ നടത്തും. റെഡി അല്ലേ? വണ്ടി വിടാലോ അല്ലേ? ഓക്കെ ഫൈൻ. എക്കോ ഒക്കെ വെച്ചിട്ടാണല്ലോ ആലോചിക്കാന പരിപാടി. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ ഫംഗ്ഷൻ ആണ്. റെക്കോർഡിങ് കഴിഞ്ഞു, ക്ലാസിഫൈങ് കഴിഞ്ഞു, സമ്മറൈസിങ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ബിസിനസ്സിനകത്ത് ധാരാളം ട്രാൻസാക്ഷൻസ് നടക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അത് ഡെബിറ്റ് ആയിട്ടും ക്രെഡിറ്റ് ആയിട്ടൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മുടെ സ്ഥാപനത്തിനകത്ത് നടക്കും നമ്മൾ പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ എഴുതണം, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ആയിട്ട് എങ്ങനെ എഴുതണം എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓരോന്നിന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്തു? വേറെ 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 എഴുതി വെച്ചു. അതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയാം. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ്, സെയിൽസ്, എക്സ്പെൻസ്, ഇൻകം ഇതെല്ലാം ഇങ്ങനെ ചടപടാ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇങ്ങനെ നടക്കുകയാണ്. ഇതിൽ നമ്മൾ സെയിൽസ് മാത്രം അങ്ങ് എടുത്തു അല്ലേ. ഇത് മാത്രമാണ് സെയിൽസ് എങ്കിൽ ഇതിനെ മാത്രം ഇങ്ങ് എടുത്തു. പർച്ചേസ് ഇത് മാത്രമാണെങ്കിൽ ഇതിനെ മാത്രം ഇങ്ങ് എടുത്തു. ഇത് മാത്രമാണെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ എടുത്തു. ഇത് മൊത്തത്തിൽ നമുക്ക് റെക്കോർഡിംഗ് എന്ന് പറയാം. ഇതിനെ മാത്രം നമുക്ക് ലെഡ്ജർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ്സിനകത്ത് ഇത്രയും ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പേജുകളിൽ ഒരുപാട് എണ്ണം ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ ഈസി ആയിരിക്കില്ല അല്ലെ. ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടല്ലേ. ചില സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും, എങ്ങനെ അതൊക്കെ നോക്കുക, ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ട്, എത്ര ഇഷ്ടം പോലെ ഉണ്ട്, അത് ഇന്നും നാളെയും ഇരുന്ന് തീരത്തില്ല എന്ന് നമ്മൾ പറയും. കാരണം എന്താ? അത്രയും അധികം ട്രാൻസാക്ഷൻസ് ആ ബിസിനസ്സിനകത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സിനെ നമുക്ക് മനസ്സിലാക്കാനോ അനലൈസ് ചെയ്യാനോ ഇന്റർപ്രറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പൊ ഈ പറയുന്ന പരന്ന് കിടക്കുന്ന ഡാറ്റയെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതണം. അതായത് സം ചെയ്യണം, ഷോർട്ട് ആക്കണം. അതിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പെൻസുകള് ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളിൽ, ഇപ്പൊ നമ്മൾ വലിയ അക്കൗണ്ട്സിനെ നമ്മൾ ചുരുക്കിയിട്ട് ലെഡ്ജർ ആക്കി, ഈ ലെഡ്ജർ അക്കൗണ്ടിനെയും ചുരുക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയാം. ലെഡ്ജർ അക്കൗണ്ടുകളെയും ചുരുക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയാം. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിർബന്ധമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നല്ല കേട്ടോ. നിർബന്ധമായിട്ട് ട്രയൽ ബാലൻസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ട്രയൽ ബാലൻസ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ ഫിനാൻഷ്യൽ അതിന്റെ അക്കൗണ്ട്സ് ഒക്കെ കൃത്യമായിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റും. യഥാർത്ഥത്തിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 2 ഭാഗത്തും ഈക്വൽ ആയിട്ട് എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? പെർഫെക്റ്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് ഉറപ്പിക്കാം. ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഉറപ്പിക്കാം നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ എവിടെയോ എന്തോ തകരാറുണ്ട് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം അക്കൗണ്ട്സിൽ കൃത്യത ഉറപ്പുവരുത്തുക.
അക്കൗണ്ടിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സംഭവം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യേണ്ടതില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നുള്ളത് നമുക്ക് ആ മൂന്നാമത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ചില സമയങ്ങളിൽ നമ്മുടെ ട്രയൽ ബാലൻസ് ഓക്കെ ആയിട്ടില്ല എന്ന് വിചാരിക്കുക. 2 കോളം ഉണ്ടാവും, ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും. ഈ 2 ഭാഗങ്ങളും ഓക്കെ അല്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറവാണെങ്കിൽ ആ കുറവുള്ള സംഭവത്തിനെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ആക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റി വെക്കും. സസ്പെൻസ് അക്കൗണ്ട്. കാരണം ആ എമൗണ്ട് ഇപ്പോഴും സസ്പെൻസ് ആയിട്ട് നിൽക്കുക, എന്താണ് എങ്ങോട്ടേക്കാണ് പോയത് എന്നൊരു പിടുത്തമില്ല. അപ്പൊ അതിനെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം. ആ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടെത്തണം. ആ മിസ്റ്റേക്ക് ഒരു പക്ഷേ നമ്മൾ ഒരുപാട് എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിനകത്ത് നമ്മളത് പറയും. എന്തൊക്കെ എറേഴ്സുകളാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടൊക്കെയാണ് സസ്പെൻസ് അക്കൗണ്ടുകൾ ഉണ്ടായി വരുന്നത്. ഇപ്പം മിക്കവാറും ചില സ്ഥാപനങ്ങളുടെ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കാണും ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് വരുന്നതാണ് അല്ലെ. ചില കാണാറില്ലേ, ടാലിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ടാലിയിലെ അക്കൗണ്ട്സ് വർക്ക്. ഇപ്പം ഞാനിപ്പോ ഒരു 100-150 എന്നല്ല ഈ ഒരു കഴിഞ്ഞ മാസം കണ്ടേക്കുന്നത്. കാരണം പല ആളുകളുടെയും അക്കൗണ്ട്സ് ഇങ്ങനെ അയച്ചു വരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ്. അപ്പൊ ഇത് എന്താണ്, അത് അങ്ങനെ തന്നെ, അത് ആദ്യമുള്ള ആൾ അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. ഇതാണ് മിക്ക ഒരാളുടെയും ആൻസർ. അപ്പൊ നമ്മളെ പോലെയുള്ള അക്കൗണ്ട്സ് ഉള്ള ആളുകൾ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അതായത് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, എന്നാൽ ഇവൻ എന്ത് ചെയ്തിട്ടില്ല, അത് ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. അപ്പം സമ്മറൈസിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറുതാക്കി എഴുതാൻ വേണ്ടി, ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ടൂളാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് യഥാർത്ഥത്തിൽ നിർബന്ധമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കണക്കിലുണ്ടാകുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റയിൽ കൃത്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് എടുത്തു ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ലെഡ്ജറിൽ എഴുതിയിട്ടുള്ള ബാലൻസ് ഉണ്ടല്ലോ, ലെഡ്ജറിൽ താഴത്തെ എമൗണ്ട് എഴുതിയില്ല, ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞൊരു എമൗണ്ട് എഴുതാറില്ലേ, ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ എമൗണ്ട്, ആ എമൗണ്ട് ആണ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് മാറ്റിയെടുത്തത്. അപ്പൊ അതായത് ജേണലിൽ എഴുതിയിട്ടുള്ള അക്കൗണ്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് എഴുതും. ലെഡ്ജർ കൊണ്ടുപോയി നമ്മളത് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ബി ഡി, ബാലൻസ് സി ഡി എന്നൊക്കെ കാണിക്കാറില്ലേ, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് മുകളിൽ എഴുതും, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് താഴത്തെ എഴുതും. ഈ ബ്രോ ഡൗൺ ബാലൻസ് ആണ് നമ്മൾ നേരെ എടുത്തിട്ട് എവിടെ കൊണ്ടുപോയി എഴുതേണ്ടത്, ട്രയൽ ബാലൻസിൽ കൊണ്ടുപോയി എഴുതേണ്ടത്. അപ്പൊ 2 ഭാഗങ്ങൾ ഈ ബ്രോ ഡൗൺ ബാലൻസ് എടുത്തിട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് 2 ഭാഗങ്ങൾ ഈക്വൽ ആണെങ്കിൽ ഉറപ്പിക്കാം അക്കൗണ്ട്സ് ക്ലിയർ ആണ്. ചില സമയത്ത് അക്കൗണ്ട്സ് ക്ലിയർ അല്ലെങ്കിലും 2 ഭാഗം ഡയലി ആവും. കാരണം 2 ഭാഗം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലി ആവും. അക്കൗണ്ട്സിന്റെ പ്രോബ്ലം അവിടെ തന്നെ നിൽക്കും. പക്ഷെ നമുക്ക് എവിടെയും അക്കൗണ്ട്സിൽ തപ്പിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. ആ ഒരു നഷ്ടം നമുക്ക് നഷ്ടമായിട്ട് തന്നെ സഹിക്കേണ്ടി വരും. ലാഭമാണെങ്കിൽ ആ ലാഭം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ വെറുതെ ഉണ്ടാക്കി പോകേണ്ടി വരും. അപ്പൊ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാലാണ് ഈ ഒരു സംഭവം കിട്ടുക. അപ്പൊ ട്രയൽ ബാലൻസിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വരച്ചു തരാം. നിങ്ങൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം. ഓക്കെ ഫൈൻ. ട്രയൽ ബാലൻസിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഇതുപോലെ വരച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഒരു ഫോർമാറ്റ്. ആദ്യം ഒരു ചതുരം വരിക, അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ഫോർമാറ്റ് ഇതേപോലെ ഒന്ന് വരച്ചു വെച്ചോളൂ. നമുക്ക് ശരിക്ക് മാനുവൽ അക്കൗണ്ട്സ് ആണ് ഇപ്പോൾ പഠിക്കുന്നത്. പ്രാക്ടിക്കൽ അക്കൗണ്ട്സിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബിസിനസ്സിനകത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പർട്ടിക്കുലർ എന്ന് വരും, ഇവിടെ ഡെബിറ്റ്, ചിലത് എമൗണ്ട് എന്ന് എഴുതും, ചിലതിൽ ക്രെഡിറ്റ് ഡെബിറ്റ് എന്നുള്ള രീതിയിൽ എഴുതും. ഈ ഒരു ഫോർമാറ്റ് വരച്ചു വെക്കാം. അതിനുശേഷം ഇതിനകത്ത് ഇതിനൊരു ടോട്ടൽ ബാലൻസ് ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ അകത്ത് എഴുതിയിട്ട് ഇവിടെ ടോട്ടൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. ടോട്ടൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് പോയിക്കോളൂ. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. ഈ ഒരു ഫോർമാറ്റിനകത്താണ് ട്രയൽ ബാലൻസിന്റെ ഒരു ബുക്ക് തന്നെ ഉണ്ട്.
ആ പുസ്തകത്തിനകത്ത് നമ്മൾ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. ക്ലിയർ? അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം. ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യേണ്ടത്. ഈ ഒരു പർട്ടിക്കുലറിനകത്ത് കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിനകത്ത് ഫസ്റ്റത്തെ ലെഡ്ജർ ഒന്ന് എടുത്തേ. ഫസ്റ്റത്തെ ലെഡ്ജർ ഏതാ? ആദ്യത്തെ ലെഡ്ജർ ഏതായിരുന്നു? ആദ്യത്തത് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതാം? ക്യാപിറ്റൽ എന്ന് എഴുതാം. ക്യാപിറ്റൽ ആണ്, ക്യാഷ് ഓർ ക്യാപിറ്റൽ അല്ലേ? ഓക്കെ. അനൂപ് രണ്ട് സാധനം ഓൺ ആക്കി വെച്ചിട്ടുണ്ടോ? ഇവിടെ ഇത് വരുന്നുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നു, ഒന്ന് ലാപ്ടോപ്പും ഒന്ന് കമ്പ്യൂട്ടറും ഒന്ന് ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും. ക്യാപിറ്റൽ എന്ന് എഴുതാം. ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് എഴുതി. ക്യാപിറ്റൽ ബാലൻസ് ഇല്ലേ? ക്യാപിറ്റൽ എത്ര എമൗണ്ട്? 1 lakh അല്ലേ? 1 lakh. അത് അതിന്റെ ബ്രോഡ് ഓൺ ബാലൻസ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ കിടക്കുന്നത്? ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം? ഈ 1 lakh എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ഏതായിരുന്നു? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ്. അതിന്റെ ബാലൻസ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ കിടക്കുന്നത്? എത്ര എമൗണ്ട്? എമൗണ്ട് എത്രയാണ്? 88,500. എത്ര? 8,500 ആണോ? 8,500 ആണോ? 88,500. 88,500. അല്ല 885. 566. ഇങ്ങനെയല്ലേ? 88,500. ഇങ്ങനെ തന്നെയല്ലേ സ്ക്രീനിൽ കാണുന്ന പോലെ? കറക്റ്റ് ആണ്. ഓക്കെ. അടുത്ത ഏതായിരുന്നു? ബാങ്ക് അല്ലേ? ബാങ്ക്. പിന്നെ അതേപോലെ പർച്ചേസ്. അത് കഴിഞ്ഞാൽ പിന്നെ സെയിൽസ്, ദെൻ സാലറി. എല്ലാവരും ഇതിന്റെ ബാലൻസ് പെട്ടെന്ന് ചെയ്തു. ഞാനിങ്ങനെ എഴുതുന്ന സമയത്ത് സാലറി, അതിനുശേഷം കമ്മീഷൻ റിസീവ്ഡ്. പെട്ടെന്ന് ഇതിന്റെ ബാലൻസ് എല്ലാവരും എഴുതും. ഓക്കെ. ഇതിന്റെ ബാലൻസ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് എഴുതിയേ. എല്ലാ ആളുകളും ഫാസ്റ്റ് ആയിട്ട് എഴുതേ. ഇതിന്റെ ബാലൻസ് എഴുതി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിനകത്ത് പറഞ്ഞോളൂ. യൂട്യൂബിനകത്ത് കമന്റ് ചെയ്താൽ മതി. കഴിഞ്ഞ ആളുകൾ ഞാനിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാലൻസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കി പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസിന്റെ അതിനകത്ത് നമ്മൾ ജേണൽ എഴുതി. പുതിയ ആളുകൾ കൺഫ്യൂഷൻ ആവണ്ട. ഇന്ന് അതിന് മുമ്പ് നമ്മൾ ജേണൽ ലെഡ്ജറൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്. അതിന്റെ ബാലൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. പുതിയ ആളുകളോട് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. നിങ്ങളോട് അതാണ് പറയാനുള്ളത്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ നിങ്ങൾക്കൊരു ബേസ് ആയതുകൊണ്ട് നമുക്ക് ഓടി പിടിക്കാൻ പറ്റും. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഇന്ന് തന്ന അസൈൻമെന്റ് ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. മറ്റൊരു ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ബുദ്ധിമുട്ടായിരിക്കും. ചെയ്ത് കഴിഞ്ഞ ആളുകളൊന്ന് ടൈപ്പ് ചെയ്തോളെ. ബാലൻസ് ടൈപ്പ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ ടൈപ്പ് ചെയ്താൽ മതി. ഫൈൻ. രണ്ട് ഭാഗത്തും ഈക്വൽ ബാലൻസ് ആണെങ്കിൽ ഒരു തമ്പ് അടിച്ചു വിട്ടോളൂ. ഈക്വൽ ആണെങ്കിൽ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് അക്കൗണ്ട് അടിക്കാം. യൂട്യൂബിനകത്തൊക്കെ ലൈക്ക് അടിച്ചു വിട്ടോളെ. യൂട്യൂബിനകത്തുള്ള ആളുകളെ ആ സംഭവം ലൈക്ക് അടിച്ചു വിട്ടാൽ മതി. ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ്. ഫാസ്റ്റ് ടൈപ്പ് ചെയ്യാം.
ഓക്കെ, എല്ലാവർക്കും 1,02,500 ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ ഈക്വൽ ആയിട്ട്? അങ്ങനെ തന്നെയാണോ എല്ലാവരും കിട്ടിയിരിക്കുന്നത്? ഓക്കെ ഫൈൻ. ആർക്കാ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റുമോ ചെയ്തോട്ട് എന്തെങ്കിലും? കുറച്ച് ആളുകൾക്ക് എന്തൊക്കെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇനി ചെറിയൊരു പ്രോബ്ലം തരാം, ഫാസ്റ്റ് ആയിട്ട് ചെയ്യണേ. നിങ്ങൾ ലൈവിനകത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം കൂടി തരാം. സ്ക്രീൻ ഓക്കെ ആണോ ഇപ്പോൾ? സ്ക്രീന് കാണുന്നുണ്ടോ? മെസ്സേജ് വഴി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇല്ല. ഇത് ക്ലാസ്സിനകത്ത് തന്നെ ഇപ്പം തന്നെ ചെയ്യണം. ഇത് കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റ് ആയിട്ട് തരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഫാസ്റ്റ് ആയിട്ട് ചെയ്തോളൂ. ഇതിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേണൽ ചെയ്യണം. ആകെ ഒരു 5-6 ട്രാൻസാക്ഷൻ ഉള്ളൂ. ജേണൽ, ലെഡ്ജർ, ഇതിന്റെ ട്രയൽ ബാലൻസ്. ഇതിന്റെ ബാലൻസ് എമൗണ്ട് എനിക്ക് കിട്ടണം. ഇത് രണ്ടിന്റെയും ബാലൻസ് എനിക്കിവിടെ കിട്ടണം. ട്രയൽ ബാലൻസിന്റെ ഒരു എമൗണ്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഈ എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും വരണം. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒക്കെ ആപ്പിനകത്ത് കണ്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഒന്നും മനസ്സിലാവാത്ത ആളുകൾ ടെൻഷൻ അടിക്കണ്ട. ഡേറ്റ്, പർട്ടിക്കുലർ, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്, കോളം നിങ്ങൾ എഴുതി, കോളം വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഫാസ്റ്റ് ആയിട്ട് എഴുതി പോയാൽ മതി. ബേസിക് ആണെന്ന് വെച്ചാൽ ആരും ചെയ്യാതിരിക്കരുത്. നമുക്ക് അറിയാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അറിയുന്നത് പോലെ ചെയ്യാം. തീരെ ബേസ് ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ മറ്റൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് കണ്ടിന്യൂഷൻ ഉണ്ടാവും.
ജേണൽ എൻട്രി ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ചെയ്യണോട്ടോ. ഇത് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്, ആപ്പിനകത്ത് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് തരിക എന്നുള്ളത്. നിങ്ങൾ ചെയ്ത അസൈൻമെന്റിന്റെ ഒക്കെ ബേസിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക. മാർക്കും എല്ലാം ചെയ്യാം. ആദ്യത്തത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ, രണ്ടാമത് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, മൂന്നാമത്തത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, നാലാമത്തത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്, അഞ്ചാമത്തത് ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ആറാമത്തത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, ഏഴാമത്തത് റെന്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, എട്ടാമത്തത് പേഴ്സണൽ ഡ്രോയിങ്സ് ആണ്, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഓക്കെ, ഇതിന്റെ ബേസിൽ ക്യാഷിന് ലെഡ്ജർ ഉണ്ടാക്കാം, ക്യാപിറ്റൽ ലെഡ്ജർ ഉണ്ടാക്കാം, ബാങ്ക്, പർച്ചേസ്, സെയിൽസ്, ഫർണിച്ചർ, റെന്റ്, ഡ്രോയിങ്സ്. അതിൻ്റെ എല്ലാം സി ഡി ബാലൻസും ബ്രോഡ് ഓൺ ബാലൻസും എഴുതാം. ബ്രോഡ് ഓൺ ബാലൻസ് ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതാം. ആ സമയത്ത് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ചെയ്ത് കഴിഞ്ഞ ആളുകളൊന്ന് ടൈപ്പ് ചെയ്ത് പോണേ. സർ എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, ആദ്യത്തെ 2 ക്ലാസ് ചെയ്യുന്നില്ല റജിയ? ആദ്യത്തെ ക്ലാസ്സിൽ ഇരുന്നില്ലായിരുന്നോ? റജിയ എവിടെ? എവിടെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ റജിയ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് ട്രയൽ ബാലൻസിൽ എങ്ങനെ അത് ചെയ്യാൻ മനസ്സിലാവുന്നില്ല. ഓക്കെ, ഈ പറഞ്ഞ ജേണല്, ലെഡ്ജർ, ഈ സംഭവങ്ങൾ ഓക്കെ ആയിരുന്നോ? അത് രണ്ടോ ഓക്കെയാണ്. ഓക്കെ, കൊമേഴ്സ് അല്ലല്ലോ നിങ്ങള്? കൊമേഴ്സ് അതെ ആയിരുന്നോ? അതെ അതെ. +1 +2 കൊമേഴ്സ്. ഓക്കെ, നോ ഇഷ്യൂ, കുഴപ്പമില്ല. അപ്പൊ നമ്മള് അല്ല, ജേണൽ ഞാൻ കംപ്ലീറ്റ് ലെഡ്ജറിലേക്ക് എടുത്ത് ചെയ്തിട്ടില്ല. എഴുതിയില്ലേ? അല്ല, ഞാൻ സ്റ്റഡി ക്ലിയർ ആയില്ല, ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ല. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേന്നു ക്ലാസ് എന്ന് അറിയാം. അതും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ജേണല്, ലെഡ്ജർ നമ്മൾ എഴുതിയില്ല? ലെഡ്ജർ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ലെഡ്ജർ എഴുതിയ സമയത്ത് ബാലൻസ് സി ഡി, ബാലൻസ് പി ഡി എന്ന് വന്നിട്ടില്ലായിരുന്നോ? വന്നിട്ടില്ലായിരുന്നോ? ഉദാഹരണം, ക്യാപിറ്റലിന്റെ ലെഡ്ജർ എഴുതിയ സമയത്ത് ക്യാപിറ്റലിന്റെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ഭാഗത്ത് വന്ന് ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ഭാഗത്ത് വന്നു. അങ്ങനെയല്ലേ വന്നേക്കുന്നത്? ആണോ നോക്കിയത്? നോട്ടിനകത്ത് നോക്കിയേ. ഇതിന്റെ മുമ്പത്തെ പ്രോബ്ലം നോട്ടിനകത്ത് ചെയ്തത് ക്യാപിറ്റലിന്റെ ലെഡ്ജർ ഒന്ന് നോക്കേ. ക്യാപിറ്റൽ ലെഡ്ജറിനകത്ത് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയിട്ടുണ്ടോ? ബാലൻസ് ബ്രോഡ് ഓൺ എഴുതിയിട്ടുണ്ടോ? ഇല്ലേ? അതെ.
അത് ബാലൻസ് ബ്രോഡ് ഓൺ എന്നുള്ളത് ഡെബിറ്റ് ഭാഗത്താണോ ക്രെഡിറ്റ് ഭാഗത്താണോ? ഡെബിറ്റ് ഭാഗത്ത്, ക്രെഡിറ്റ് ഭാഗത്ത്. ക്രെഡിറ്റ് ഭാഗത്തല്ലേ? അപ്പൊ നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് പർട്ടിക്കുലർ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതിയിട്ട് പർട്ടിക്കുലറിന്റെ ഭാഗത്ത് നമ്മൾ ക്യാപിറ്റൽ എന്ന് എഴുതാം. ഓക്കെ, ഓക്കെ ഓക്കെ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് അതിന്റെ ഡെബിറ്റ് ഭാഗത്താണോ ക്രെഡിറ്റ് ബാലൻസ് ഭാഗത്താണോ ബാലൻസ് ബ്രോഡ് ഓൺ കിടക്കുന്നത് ആ ഭാഗത്ത്, അതായത് ക്രെഡിറ്റ് ഭാഗത്താണ് ബ്രോഡ് ഓൺ കിടക്കുന്നത്, അതുകൊണ്ട് ആ ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം, ഈ ഒരു എമൗണ്ട് എഴുതി പോവാം. ഓക്കെ ക്ലിയർ ആയോ? ഇനി ക്യാഷ് അക്കൗണ്ട് നോക്കൂ. ക്യാഷ് അക്കൗണ്ടിന്റെ ബ്രോഡ് ഓൺ ബാലൻസ് കിടക്കുന്നത് ക്രെഡിറ്റ് ഭാഗത്താണ്. സോറി, ആ, അതെ അതെ. CD ബാലൻസ് കിടക്കുന്നത് ക്രെഡിറ്റ് ഭാഗത്താണ്, BD ബാലൻസ് ക്രെഡിറ്റ് കിടക്കുന്നത് ഭാഗത്ത്, ഡെബിറ്റ് ഭാഗത്താണ്. ഡെബിറ്റ്. അപ്പൊ ക്യാഷ് എന്ന് എഴുതാം, ക്യാഷ് എന്നിട്ട് ഡെബിറ്റ് ഭാഗത്ത് ആ ഒരു എമൗണ്ട് എഴുതാം. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുള്ള ഓരോ ലെഡ്ജറുകളും അവന്റെ പേര് എഴുതാം. ബ്രോഡ് ഓൺ ബാലൻസ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ കിടക്കുന്നത് ആ ഭാഗത്ത് എഴുതാം. ലാസ്റ്റ് രണ്ട് ഭാഗം കൂട്ടി നോക്കാം. കൂട്ടി നോക്കിയിട്ട് രണ്ട് ഭാഗത്ത് ഈക്വൽ ആണെങ്കിൽ സംഭവം സെറ്റാണ്. ഇല്ലെങ്കിൽ എവിടെയോ തകരാറുണ്ട്. എവിടെയോ മീൻസ് ഒന്നുകിൽ ജേണലിൽ തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലെഡ്ജറിൽ തെറ്റിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ രണ്ടിലും തെറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാ സംഭവിക്കുള്ളൂ. സെറ്റ് അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നാലും തെറ്റും, കുഴപ്പമില്ല. എന്നാലും ശ്രമിക്കും. ബാക്കി നമുക്ക് നോക്കാം. തെറ്റിക്കോട്ടെ, തെറ്റുന്ന പ്രശ്നമല്ല. പുതിയ ആളുകൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അവർ പഴയ വീഡിയോ കണ്ടു പോന്നാൽ മതി. ഇത്രയും ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പുതിയ ആളുകൾ നിങ്ങൾ പഴയ സാധനങ്ങൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ചെയ്ത് കഴിഞ്ഞ ആളുകൾ ഓക്കെ എന്ന് പറയണേ. അതിൻ്റെ ഇടയിൽ ഇന്ന് എനിക്ക് ഒരാൾ ബയോഡാറ്റ അയച്ചു തന്നിരുന്നല്ലോ. ആരെങ്കിലും അകത്തുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ബയോഡാറ്റ അയച്ചു തന്ന ആളെ ഈ ഗ്രൂപ്പിലുള്ള ആളാണോ? ഞാനിപ്പോൾ ദുബായിലാണ് ഉള്ളത്. അങ്ങനെ അയച്ചു തന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആനലൈസ് ചെയ്യണേ. ഇന്ന് ബയോഡാറ്റ അയച്ചു തന്നിട്ട് ഷെയർ ഇതൊന്ന് ചെക്ക് ചെയ്യുമോ എന്ന് ചോദിച്ച ആളാരാ? നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് വർക്ക് ചെയ്തോളെ, അവരോട് മാത്രം. ഇതിനകത്താണ് ഈ ഗ്രൂപ്പിലുള്ള ആളാണെങ്കിൽ ചെറിയ റെക്ടിഫിക്കേഷൻ ഉണ്ട്. ഉണ്ടെങ്കിൽ അവർ പേഴ്സണൽ മെസ്സേജിലൂടെ വന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഗ്രൂപ്പിനകത്തല്ല, വേറെ ഏതോ ഗ്രൂപ്പിൽ നിന്ന് വന്നായിരിക്കും. കുഴപ്പമില്ല. ബയോഡാറ്റ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് കോൺഫിഡൻസ് ഇല്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ. അവർക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഈ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയ ആളുകളെ നമുക്ക് വേണം ഇതിനകത്ത് കൊണ്ടുവരാം. നല്ല പേയ്മെന്റ് വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫ്രീ ആയിട്ട് ഇതിനകത്ത് വരും. വേണോ അങ്ങനത്തെ ഒരു ക്ലാസ് വേണോ? അതിനിടയിൽ നമ്മൾ ക്ലാസ്സിന്റെ ഇടയിലായിരിക്കുമല്ലോ, വേറൊരു ദിവസമായിരിക്കും തരാം. ആവശ്യമാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും വേണം അല്ലേ? ചെയ്ത് കഴിഞ്ഞ ആളുകൾ ഓക്കെ എന്ന് പറയണേ. ബാലൻസ് കറക്റ്റ് ആവണം. ഞാൻ പറഞ്ഞ എമൗണ്ട് എത്തണം. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ചോദിച്ചിട്ടുണ്ട്, ഈ വർക്കുകൾ നമ്മളെ എടുത്തോട്ടെ, നമ്മളെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. നിങ്ങൾ എടുത്തോളെ, ഇതൊന്നും കുഴപ്പമില്ല. പഠിപ്പിക്കണം വൃത്തിയിൽ, അത്രേ ഉള്ളൂ. ചില ടീച്ചർമാർ ക്ലാസ്സിനകത്ത് ചോദിക്കാറുണ്ട്, ഇത് നമ്മളെ സ്റ്റുഡൻസിന് ഇത് പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. സന്തോഷമുള്ളൂ കേട്ടോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. ആൻസർ കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റംസീന, ഷഫീഖ് ഒക്കെ, സയ്യിദ് സാലി ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ആളുകൾ തെറ്റിന്ന് തന്നെ പറയണം കേട്ടോ. എല്ലാവരും യെസ് എന്ന് പറയുമ്പോൾ വെറുതെ യെസ് പറഞ്ഞു പോകണ്ട. വേണുഗോപാൽ സാറ് ഓക്കെ അല്ലേ? വേണുഗോപാൽ സാറേ ഓക്കെ സാർ. ഓക്കെ ഫൈൻ.
റംസീന ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ, കറക്റ്റ് ആണ്. കറക്റ്റ്. ബന്ന സെറ്റ് അല്ലേ? റെഡിയായി വരുന്നില്ലേ? അതെ റെഡി ആവുന്നുണ്ട്. ഓക്കെ. കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. എങ്ങനെ? കുറച്ചൊക്കെ പ്രശ്നമുണ്ട്, എന്നാലും ശരിയായി വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. അങ്ങനെ വരും, റെഡിയായി വരും. ഓക്കെ. ഇനി വിഷ്ണു റെഡി അല്ലേ? മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കാം. ഓക്കെയാണ് സാർ. റെഡി അല്ലേ? സംഭവം സെറ്റ് അല്ലേ? ശരി സാർ. ഓക്കെ. സയ്യിദ റെഡി അല്ലേ? സയ്യിദ സോലി റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ ഫൈൻ. തെറ്റിയാരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താ തെറ്റിയെന്ന് കൂടി പറഞ്ഞേ. ടാലി ഓക്കെ. ആളുകൾ ടാലി ഓക്കെ, ടാലി ആയെന്ന് ടൈപ്പ് ചെയ്യണേ. യൂട്യൂബിനകത്ത് അവിടെ ചെയ്താൽ മതി, ഞാൻ നോക്കുന്നുണ്ട്. യൂട്യൂബിനകത്ത് നിങ്ങൾ വർക്ക് ടാലി ആണെങ്കിൽ ടാലി എന്ന് എഴുതിക്കോളി. ടാലി ആയിട്ടില്ലെങ്കിൽ ആയില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഇതിന് 2 പ്രോബ്ലംസ് വേറെ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ലൈവ് ചെയ്യിപ്പിക്കുന്നില്ല. അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരും. ചെയ്ത് പ്രാക്ടീസ് തന്നെ ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് ചെയ്താലേ റെഡി ആവത്തുള്ളൂ. ടാലി ആയില്ല എന്ന് പറയുന്നുണ്ട്. ലിജിന എവിടെ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എവിടെയാണ് പ്രശ്നം? ലിജിനെ ഇതിനകത്ത് കാണുന്നില്ലല്ലോ. ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ അവളെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ഇത് തരാം. ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ ലിജിന? ഒന്ന് വീഡിയോയിലുണ്ടോ ലിജിന? ഓക്കെ. ലിജിന എവിടെയാടാ പ്രശ്നം? ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ആ. അപ്പൊ ഞാൻ എന്റെ ഒരു ഊഹത്തിൽ വെച്ച് ചെയ്ത് നോക്കിയതാ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. എവിടെ എന്നിട്ട് ടാലി ആയിട്ടില്ല? ഇല്ല, ഞാന് ജേണൽ ഓക്കെ ആണോ? ജേണൽ എൻട്രി എനിക്ക് 6ഉം 7ഉം ഡൗട്ട് ഉണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ബാങ്ക് ആണോ 6? 6 എന്തായിരുന്നു നമ്മൾ ആ പ്രോബ്ലം ഒന്ന് വായിച്ചു? ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ബാങ്ക് അല്ലേ? ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് അല്ലേ? ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു എന്നാണ് അർത്ഥം. ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കൂടും, ബാങ്കിലുള്ള ബാലൻസ് കുറയും. അപ്പൊ നമുക്ക് എന്താ കൂടുന്നത്? ക്യാഷാ കൂടുന്നത്. അപ്പൊ റിയൽ അക്കൗണ്ടിന്റെ നിയമപ്രകാരം അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അറ്റ് ബാങ്ക് അല്ലേ? ക്യാഷ് അക്കൗണ്ട് അറ്റ് ബാങ്ക്. ക്ലിയർ ആയില്ല? ഇനി ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് എൻട്രി വരും. റെഡി? പിന്നെ ഏതാ ലാസ്റ്റ് ഡൗട്ട് ഉണ്ടായിരുന്നത്? 8ാമത്തെ ആണോ? പേഴ്സണൽ ഡ്രോയിങ്. ഓക്കെ, പേഴ്സണൽ ഡ്രോയിങ് അക്കൗണ്ട് അറ്റ് ക്യാഷ്. യെസ്. റെന്റ് ചെക്ക് ആയിട്ട് പേ ചെയ്യുമ്പോൾ റെന്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക് അല്ലേ? റെന്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക് വരും. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക്, IMPS, RTGS, NFT എന്ന് എവിടെ മെൻഷൻ ചെയ്താലും അത് ബാങ്ക് ആയിരിക്കും. ഓക്കെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഈ ട്രയൽ ബാലൻസ് ടാലി എമൗണ്ട് എത്ര വന്നേ? 2 lakh 2,53,500. എന്നാ എനിക്ക് ഡെബിറ്റ് വന്ന 2,49,000 മേ ബി ഈ ക്യാഷിന്റെ ഇതിന്റെ ബാങ്ക് ബാലൻസിൽ വ്യത്യാസം വന്നാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം ഈക്വൽ അല്ലാതായി വരും. ആ ഭാഗത്തിനെയാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് കാണിക്കാം. പിന്നീട് നമ്മൾ ആ സംഭവം തപ്പിപ്പിടിക്കുമ്പോൾ ആ സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഒറിജിനൽ സാധനമായിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഇനി ആരെ തെറ്റിയാളുകൾ പറയും, വേറെ എവിടെയെങ്കിലും ഈ 2 സാധനം അതിൽ തെറ്റാൻ ചാൻസ് ഉള്ളൂ. ചോദ്യം കറക്റ്റ് ആയതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്കും കൂടി അത് ക്ലിയർ ആയിട്ടുണ്ടോ? തെറ്റുള്ള ആളുകൾ പറയണേ. ഓക്കെ. യൂട്യൂബിനകത്ത് നിങ്ങൾ അവിടെ കമന്റ് ചെയ്താൽ മതി, ഞാനിവിടെ നോക്കുന്നുണ്ട്.
ഓക്കെ ഫൈൻ. ഏറെക്കുറെ ആളുകൾ കിട്ടിയില്ലേ? എട്ടാമത്തേത് ഡ്രോയിങ്സ് അക്കൗണ്ട് ആയിട്ട് ക്യാഷ് ഓക്കെ 2,53,500. അതാണ് അതിന്റെ ബാലൻസ് വരുന്നത്. അത് നിങ്ങൾ എല്ലാവരും ചെയ്യാം. ചെയ്തിട്ട് ആപ്പിനകത്ത് ഈ പ്രോബ്ലം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞതിന് ശേഷം വേറെ 2-3 പ്രോബ്ലം കൂടി തരാം. ആ പ്രോബ്ലത്തിന്റെ ആൻസറും ഇതേപോലെ നിങ്ങൾ അവിടെ ഇതേപോലെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ 2 പ്രോബ്ലം കഴിഞ്ഞ് കൂടുതൽ സമയം അതിനകത്ത് കളയുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ട്രയൽ ബാലൻസ് എന്നുള്ളത് അക്കൗണ്ട്സിൽ അത്ര നിർബന്ധമില്ലാത്ത ഒരു ഭാഗമായതുകൊണ്ട് വീണ്ടും അതിനകത്ത് ഒരുപാട് സമയം കളയുന്നില്ല. നേരെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. അതാണ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. അക്കൗണ്ട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. ഇനി കഴിയാത്ത ആളുകൾ അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതിയാ. അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. അപ്പൊ നമുക്ക് ബിസിനസ്സിനകത്ത് നടന്നിട്ടുള്ള ട്രാൻസാക്ഷന്റെ ഏകദേശ രൂപം നമ്മുടെ കയ്യിൽ കിട്ടി അല്ലേ? ഒരു വർഷത്തെ ഒരു വർഷത്തെ അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ വർഷത്തെ മൊത്തം കാര്യങ്ങൾ നമ്മൾ നമ്മൾ ജേണലിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു. അതിൽ എഴുതിയത് പ്രകാരം അതിൽ ഓരോന്നെടുത്ത് ഒരു വർഷം എത്ര പർച്ചേസ് നടന്നു എന്നുള്ളത് നമ്മൾ പർച്ചേസിന്റെ ലെഡ്ജറിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഒരു വർഷം എത്ര സെയിൽസ് നടന്നു എന്നുള്ളത് ഇന്റെ കഴിഞ്ഞിട്ടില്ല സാർ. ഓക്കെ, കഴിയാത്ത ആളുകൾ സ്റ്റോപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ബാക്കി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി. ഇനി ക്ലാസ് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇനി കൂടുതൽ സമയം കളയണ്ട. അത് ഇല്ല, ഗ്രൂപ്പിനകത്ത് ഡൗട്ട് വെച്ചാൽ മതി. ഓക്കെ, ഗ്രൂപ്പിനകത്ത് നന്നായി ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് വെച്ചോളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസ്കഷനൊക്കെ കുറച്ച് സാർ സ്റ്റക്ക് ആവുന്നു പറയുന്നുണ്ട്. ഗ്രൂപ്പിനകത്ത് എല്ലാ ഡൗട്ടും ചോദിച്ചോളൂ. അപ്പൊ ഡൗട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ആളുകൾക്ക് ലെഫ്റ്റ് ആയിക്കോളൂ. അതും കൂടി ഒരു ഉപകാരമാണ്. ബാക്കിയുള്ള ആളുകൾക്ക് ആവശ്യമില്ലാത്തൊക്കെ അങ്ങ് ക്ലിയർ ചെയ്ത് പോയാൽ മതി. സ്റ്റക്ക് ആവുന്ന എൻ്റെ എന്നൊക്കെ ഇപ്പൊ എല്ലാവരും സ്റ്റോപ്പ് ചെയ്തോളൂ. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അത് നമുക്ക് ക്ലാസ്സിനകത്ത് ഗ്രൂപ്പിനകത്തൊക്കെ ഡിസ്കസ് ചെയ്ത് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ ഫൈൻ. അപ്പം അക്കൗണ്ട്സിലെ അടുത്ത പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. അപ്പൊ ഒരു വർഷത്തെ അക്കൗണ്ട്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു വർഷത്തെ കണക്ക് നഷ്ടമാണോ ലാഭമാണോ നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒരു വർഷം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ജേണലിനകത്ത് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നടക്കുന്ന ഓരോ കാര്യത്തിനെയും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് എഴുതി. അതായത് പർച്ചേസ് എത്രയാണെന്നത് പർച്ചേസിന്റെ ലെഡ്ജറിൽ എഴുതി, സെയിൽസ് എത്രയാണെന്നുള്ളത് സെയിൽസിന്റെ ലെഡ്ജറിൽ എഴുതി, എക്സ്പെൻസുകൾ എത്രയാണെന്നുള്ളത് എക്സ്പെൻസിന്റെ ലെഡ്ജർ, ഇൻകം എത്രയാണെന്നുള്ളത് അത് ലെഡ്ജർ എഴുതി. എന്നിട്ട് അത് ഒരുപാട് പേജ് ഉണ്ടാവും അല്ലെ ഇങ്ങനെ ഇരുന്ന സമയത്ത്. അതിനെല്ലാം നമ്മൾ ചുരുക്കിയിട്ട് പർച്ചേസിന്റെ ടോട്ടൽ മാത്രം ഒന്നിനകത്ത് എഴുതി, സെയിൽസ് എല്ലാം ഒറ്റ പേജിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. എഴുതി വെച്ച് ഒരു ഷീറ്റിനകത്ത് നമ്മുടെ ആ ബിസിനസ്സിനകത്ത് നടന്ന മൊത്തം കാര്യങ്ങളും ഒരൊറ്റ ഷീറ്റിനകത്ത് നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അതാണ് ട്രയൽ ബാലൻസ്. ചുരുക്കി എഴുതിയിട്ട് അതായത് ഒരു വർഷം നടന്ന മൊത്തം ട്രാൻസാക്ഷൻ ഒരൊറ്റ പേപ്പറിനകത്ത് നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റയെ അനലൈസ് ചെയ്യും, ഇന്റർപ്രറ്റും ചെയ്യണം. അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് നഷ്ടമാണോ ലാഭമാണോ എന്ന് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആദ്യം അനലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? അനലൈസ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ. വിലയിരുത്ത, വിശകലനം ചെയ്യാന്നൊക്കെ പറയില്ലേ? എന്താണ് ഇവിടെ നടന്നേക്കുന്നത് എന്നുള്ളത്. അപ്പൊ ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറയുന്നതാണ് അക്കൗണ്ട്സിലെ അടുത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന കച്ചവടം, അതായത് സെയിൽസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്കൗണ്ട്സിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയാം. ഒരു കച്ചവടത്തിൽ ഉണ്ടാവുന്ന വരവും ലാഭവും കണക്ക് കൂട്ടിയിട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയാം. ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും അല്ലെ? ഇത്ര പർച്ചേസ്, ഇത്ര സെയിൽസ്, പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്ര എക്സ്പെൻസ്, സെയിൽ ചെയ്യുമ്പോൾ ഇത്ര എക്സ്പെൻസ്, അതിന് ഇത്ര പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സിലെ ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഒരു വർഷത്തെ മൊത്തം പർച്ചേസ് കിട്ടി, ഒരു വർഷത്തെ മൊത്തം സെയിൽസ് കിട്ടി, ഒരു വർഷത്തെ മൊത്തം എക്സ്പെൻസുകൾ കിട്ടി, ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടി, ഡയറക്റ്റ് ഇൻകം കിട്ടി. ഇതെല്ലാം നോക്കിയിട്ട് നഷ്ടമാണോ ലാഭമാണോ നമുക്ക് പറയാൻ പറ്റുമോ? ഹലോ, പറയാൻ പറ്റില്ലേ? അതായത് 10 രൂപക്ക് ഒരു സാധനം വാങ്ങി 20 രൂപക്ക് സാധനം വിറ്റ് കഴിഞ്ഞാൽ നഷ്ടമാണോ ലാഭമാണോ? നഷ്ടം.
10 രൂപക്ക് സാധനം വാങ്ങി 20 രൂപക്ക് സാധനം വിറ്റ നഷ്ടമാണോ ലാഭമാണോ? ലാഭം. ലാഭം. 10 രൂപ ലാഭം. ഈ 10 രൂപ ലാഭമാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ 10 രൂപയാണ് നമ്മൾ പർച്ചേസിന്റെ എക്സ്പെൻസ്, 10 രൂപയാണ് പർച്ചേസിന്റെ കോസ്റ്റ്. അതിന് കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെലവ് വന്നു, അതൊരു 5 രൂപയാണ്, 15 രൂപയായി. ഈ 15 രൂപ എടുത്തു, നമ്മൾ അത് 20 രൂപയ്ക്ക് വിറ്റു, 5 രൂപ ലാഭമാണ് എന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയാം. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും കിട്ടുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും കിട്ടുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആയിരിക്കും. ഈ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും എന്ന് പറയുന്നത് കമ്പനിയുടെ യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് എന്ന് പറയുന്നത് കമ്പനിയുടെ യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. ഈ കിട്ടിയ പ്രോഫിറ്റ് ഉപയോഗിച്ച് നമ്മുടെ കമ്പനി ലാഭത്തിലാണ് എന്ന് പറയാനും പറ്റത്തില്ല. ഈ കിട്ടിയ ലാഭം വെച്ച് കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആകെ പറയാൻ പറ്റുന്ന എന്താ, 10 രൂപയുടെ സാധനം വാങ്ങി 20 രൂപക്ക് വിറ്റപ്പോൾ കച്ചവടത്തിൽ നമുക്ക് 10 രൂപ ലാഭമുണ്ട് എന്ന് പറയാം. കച്ചവടത്തിൽ ലാഭമുണ്ട്, അതിനർത്ഥം ബിസിനസ്സിൽ ലാഭമുണ്ട് എന്നല്ല. കച്ചവടത്തിലെ നഷ്ടവും ലാഭവും കണക്കൂട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കച്ചവടത്തിലെ നഷ്ടവും ലാഭമാണ്. കച്ചവടത്തിൽ നഷ്ടവും ലാഭം എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ നഷ്ടവും ലാഭമല്ല. ബിസിനസ്സിൽ ഈ പരിപാടി മാത്രമല്ല നടക്കുന്നത്, വേറെയും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വേറെയും ഒരുപാട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം അവസാനം കിട്ടുന്ന ബാലൻസ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് പറയുക. അത് വേറൊരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന ട്രേഡിംഗ് അക്കൗണ്ട് നമ്മുടെ ബിസിനസ്സിനകത്ത് നടക്കുന്ന കച്ചവടത്തിലെ നഷ്ടവും ലാഭവും കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഇതൊരിക്കലും കമ്പനിയുടെ റിയൽ പ്രോഫിറ്റ് അല്ല. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ഒരിക്കലും യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. ഗ്രോസ് ലോസ് എന്ന് പറയുന്നത് കമ്പനിയുടെ യഥാർത്ഥ നഷ്ടമല്ല. എന്ത് പരിപാടിയാണോ ബിസിനസ്സിനകത്ത് നടത്തിയിരിക്കുന്നത്, എന്ത് കച്ചവടമാണോ നടത്തിയിരിക്കുന്നത്, ആ കച്ചവടത്തിലെ നഷ്ടം ലാഭം മാത്രം കാണാനാണ് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു കച്ചവടത്തിലെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാണെങ്കിൽ എന്താ സംഭവിക്കാം? വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാണെങ്കിൽ അതായത് നഷ്ടമായിരിക്കും. അപ്പൊ അതിന് ഗ്രോസ് ലോസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു കച്ചവടത്തിൽ വരുമാനം ചെലവിനേക്കാൾ കൂടുതലാണെങ്കിലോ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ലാഭം എന്ന് ഒറ്റ വാക്കിൽ പറയുന്നത് ഗ്രോസ് എന്ന് തന്നെ ഉപയോഗിച്ച് പറയണം. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെക്കാം. ഫൈനൽ പ്രോഫിറ്റിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് എന്ന് പറയാം. ഫൈനൽ പ്രോഫിറ്റിനെ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് എന്ന് പറയും. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന കച്ചവടത്തിൽ നമുക്ക് കിട്ടുന്ന വരുമാനം ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. നേരെ തിരിച്ചാണെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പൊ ഒരു ഗ്രോസ് പ്രോഫിറ്റിന് പ്രധാനമായിട്ടുള്ള വരുമാനമായിട്ട് കാണിക്കുന്നത് സെയിൽസ് ആണ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രധാന എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത് പർച്ചേസ് ആയിരിക്കും. അപ്പം എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? ഇക്വേഷൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? അക്കൗണ്ട്സിലേക്ക് ഒന്ന് ചിന്തിക്കണം. ഗ്രോസ് പ്രോഫിറ്റിന്റെ ഒരു ഇക്വേഷൻ എന്തായിരിക്കും? അക്കൗണ്ട്സ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. എന്തായിരിക്കും എന്റെ ഒരു ഇക്വേഷൻ? ജസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് ലാഭം മൈനസ് നഷ്ടം. യെസ്, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ്. സെയിൽസിന് എന്ത് ചെയ്യണം? സെയിൽസിന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇതാണ് ഇതിന്റെ ഒരു ഇക്വേഷൻ വരിക. ആരെന്തൊക്കെയോ പറയണ്ടല്ലോ, ശ്രദ്ധിക്കണേ. മ്യൂട്ട് ചെയ്യണേ, മ്യൂട്ട് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ ഒരു സാധനം വിൽക്കാനുണ്ടായിട്ടുള്ള ചെലവിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ്. സെയിൽസ് എന്ന കച്ചവടം, ഉറപ്പല്ലേ? അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനത്തിന്റെ ചെലവ്. കോസ്റ്റ്
ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ സാധനത്തിന് ചെലവ്, അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. വിറ്റ സാധനത്തിന്റെ ചെലവ് എന്ന് പറയുമ്പോൾ പർച്ചേസ് പ്ലസ് അതിനായി ചെലവായിട്ടുള്ള ചെലവ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഏസിന്റെ ഈ റിമോട്ടാണ് സെയിൽ ചെയ്തെങ്കിൽ ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് ഇത് പർച്ചേസ് ചെയ്യാൻ 10 രൂപ ആയിട്ടുണ്ടെങ്കിൽ പ്ലസ് ഇതിന്റെ കൂടെ ഇതിനുള്ള ബാക്കിയുള്ള ചെലവുകൾ ഒരു 5 രൂപ ഉണ്ടെങ്കിൽ 15 രൂപ. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ക്ലിയർ ആയില്ല? സെയിൽസ് മൈനസ് പർച്ചേസ് അല്ല, പർച്ചേസിന് കൂടെ എന്ത് ചെയ്യണം? ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടോ? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് ലോസ് ആണെങ്കിലോ? ഗ്രോസ് ലോസ് ആണെങ്കിൽ എങ്ങനെ വരാം? ഗ്രോസ് ലോസ് ആണെങ്കിൽ എങ്ങനെ വരാം? മൈനസ് സെയിൽസ്. സിമ്പിൾ അല്ലേ? കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെയിൽസ് മൈനസ് ചെയ്യാം. സെയിൽസ് മൈനസ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ആലോചിച്ചാൽ മതി. പർച്ചേസിൽ നിന്ന് എക്സ്പെൻസ്, പർച്ചേസിന് സെയിൽ കുറച്ച് കഴിഞ്ഞാലും സെയിൽസിന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത്, അതാണ് ഇതിന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? അതിന് ആർക്കെയും ഡൗട്ട് ഉണ്ടോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? നമുക്ക് ആദ്യം നമുക്ക് ഉണ്ടായിട്ടുള്ള മൊത്തം ചെലവ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. നോക്കണേ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ഇതിന്റെ ഒരു ഇക്വേഷൻ. ഇങ്ങനെ ബൈഹാർട്ട് ഒന്നും വേണ്ടടാ, നിങ്ങളെ മനസ്സോട് ചിന്തിച്ച് കിട്ടും. സിമ്പിൾ സാധനമാണ്. സിമ്പിൾ സാധനമായിട്ട് ആലോചിച്ചത്, വലിയ സംഭവമായിട്ട് ആലോചിക്കണ്ട. ഒരു ബിസിനസിന്റെ സിനാരിയോയിലേക്ക് എടുത്ത് ആലോചിച്ചോളെ. ബിസിനസിന്റെ സിനാരിയോ എടുത്ത് ആലോചിക്കാം. എന്റെ ബിസിനസ്സിനകത്ത് നന്നായി ചിന്തിച്ചോളെ. ഒരു ബിസിനസിന്റെ സിനാരിയോ എടുത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പം ഒരു പാന വെക്കുന്ന ഒരു കച്ചവടക്കാരനാണ് വിചാരിക്കും. ഒരു പാന വെക്കുന്ന കച്ചവടക്കാരനാണ്. ഇത്രയും പാന എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഇത്രയും പാന എന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഓൾറെഡി എന്റെ കയ്യിൽ ഇത്ര പാന ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിനൊരു 10 രൂപയുണ്ട്. ഇത്രയും പാന ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇതിന്റെ കൂടെ 2 പാനയും കൂടി ഞാൻ അഡീഷണൽ പർച്ചേസ് ചെയ്തു. ഇത് ഓപ്പണിംഗ് 2 രൂപന്റെ, അപ്പൊ 10 രൂപയുടെ ഉണ്ട്. വീണ്ടും 10 രൂപക്ക് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇതിന് എനിക്കൊരു 5 രൂപ ചെലവും കൂടി ഉണ്ട്. 5 രൂപ ചെലവും കൂടി ഉണ്ട്. ഇതാണ് എന്റെ യഥാർത്ഥത്തിലുള്ള എക്സ്പെൻസ് അല്ലേ? അതായത് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ മൊത്തം വിറ്റു. ഇത് മൊത്തം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് സംഭവം പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ ലോജിക്കോട് ചിന്തിച്ചാൽ ഇക്വേഷൻ ആയിട്ട് ബൈഹാർട്ട് ചെയ്യണ്ട. നമുക്ക് മൊത്തം എത്ര ചെലവുണ്ട്? ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മൊത്തം ചെലവ് എത്ര? ഓൾറെഡി ഞാൻ വാങ്ങി വെച്ച സ്റ്റോക്ക് എന്റെ ചെലവല്ലേ? വീണ്ടും പർച്ചേസ് ചെയ്യുന്നു, എന്റെ ചെലവല്ലേ? ആ പർച്ചേസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, അത് എന്റെ ചെലവല്ലേ? ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ക്ലിയർ ആണോ? സ്റ്റെക്ക് ഉണ്ട്. ലത്തീഫ്, നെറ്റ്വർക്ക് ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറയുന്നത് ഇങ്ങനെ സ്റ്റക്ക് ആയി പോകുന്നുണ്ടോ? ഇല്ല അത് അവരെ പ്രശ്നമായിരിക്കും. ഓക്കെ, ലത്തീഫ് കാ, നിങ്ങളുടെ ഇഷ്യൂ ആയിരിക്കാം. നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തൊന്നും ഇരുന്നോളൂ. പരമാവധി നെറ്റ്വർക്ക് നോക്കി. ഇപ്പൊ ഈ ഒരു മഴയുടെ സമയത്ത് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലായിടത്തും റെക്കോർഡിംഗ് കണ്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് സെയിൽസ് കുറക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. മ്യൂട്ട് ചെയ്യണേ. അടിപൊളിയല്ലേ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി സെറ്റ് ആക്കാം. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു പ്രോബ്ലം ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചോളൂ. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇതങ്ങനെ കാൽക്കുലേഷൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാൽക്കുലേഷൻ തന്നെ കേട്ടോ, എന്നാലും വെറുതെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് പോവാം നമുക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതേപോലെ ഒന്ന് എഴുതി വെക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000, പർച്ചേസ് 35,000. ഓക്കെ,
ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് ഒരു 4000 ഇട്ടോളെ. സെയിൽസ് ഒരു 80,000 രൂപ ഇട്ടോളെ. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കൊരു 12,000 ഇടാം. ഇത് നിങ്ങളൊന്ന് ഗ്രോസ് പ്രോഫിറ്റ് ആണോ അതല്ല ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടെത്തി ആലോചിച്ചാൽ അറിയാം. പറയണ്ട, എമൗണ്ട് പറയണ്ട. ചെയ്ത ആളുകൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയാൽ മതി. എമൗണ്ട് പറഞ്ഞാൽ എല്ലാവരും അത് ജസ്റ്റ് അങ്ങ് കോപ്പി ചെയ്ത് പോകും. നമ്മൾ സ്കൂളിൽ പ്രോബ്ലം ഒക്കെ എഴുതുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. മുമ്പൊക്കെ പ്രോബ്ലം ചെയ്ത് ഓർമ്മയുണ്ടോ? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കണക്ക് കൂട്ടിയാൽ കിട്ടും നിങ്ങൾക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് സെയിൽസ് ചെയ്യാം. സെയിൽസ് എന്താന്നുള്ളത് എമൗണ്ട് എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രോസ് പ്രോഫിറ്റ് ജി പി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റിന് ജി പി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് ഇങ്ങനെ എഴുതാം. ആ ഒരു എമൗണ്ട് എഴുതാം. സിമ്പിളായിട്ട് എഴുതിയാൽ മതി. ഇനി എത്ര എമൗണ്ട് കിട്ടിയ എന്ന് പറഞ്ഞേ. ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി? ഗ്രോസ് ലോസ് എത്ര കിട്ടി? 38,000 അല്ലേ? 38,000. 38,000. അതെ. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. വലിയ സംഭവമാക്കിയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാ? അതിവിടെ കൂട്ടാം. 15,000. 15 പ്ലസ് പിന്നെ 3,500 അല്ലേ? 35,000 അല്ലേ? 35 പ്ലസ് 4 മൈനസ് 12. 12,000. ഇത് ഈസിക്വൽ ടു നമുക്ക് 42,000 കിട്ടും അല്ലേ? 42,000. സെയിൽസ് നമുക്കറിയാം 42 ആണ്. അപ്പൊ ഗ്രോസ് 80,000. പ്രോഫിറ്റ് എങ്ങനെ കാണാം? 80,000. സോറി 80,000 മാറിപ്പോയി അല്ലേ? സെയിൽസ് ഉണ്ട് 80 80. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണോ? സെയിൽസ് മൈനസ് ഈ സംഭവം അല്ലേ? Cost of goods sold. 80 മൈനസ് 42 കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് 38,000. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? ഇങ്ങനെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുന്ന ആവശ്യമൊന്നും കേട്ടോ. നിങ്ങൾ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്ക് ഇത് കണക്കൂട്ടിയാലും അറിയും. പറിച്ച് ഇത്ര എക്സ്പെൻസ് ഇത്ര സെയിൽ എന്നുള്ളത് ഈ പറയുന്ന പി വി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആലോചിച്ചാൽ അറിയാം. എക്സ്പെൻസ് ഇത്ര, സെയിൽ ഇത്ര. സെയിൽസ് നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ്. ഓക്കെ, ഇത് നമ്മളൊരു അക്കൗണ്ട്സിൽ ഇങ്ങനെ എഴുതുകയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിങ്ങനെ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. നമുക്കത് കാൽക്കുലേഷൻ അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഒരു ചെറിയ സാധനം കൂടി പറയാം. അത് പെട്ടെന്ന് എഴുതിക്കോളൂ. ടൈപ്പ് ചെയ്യല്ലേ? നമുക്കെന്നാ പിന്നെ ഡൗട്ട് ഉണ്ടാവില്ല. ഇതും കൂടി ഒന്ന് എഴുതി നോക്കെ. ഓപ്പണിംഗ് സ്റ്റോക്ക് 24,000. പർച്ചേസ് 35,000. ഡയറക്റ്റ് എക്സ്പെൻസ് 2,500. സെയിൽസ് 10,000. ക്ലോസിംഗ് സ്റ്റോക്ക് 5,000. ഇതിലെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയെന്ന് കാണാം. 24.
ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് വരും? എത്രയാ? 56,500. 26,500 അല്ലേ? 56. ഗ്രോസ് ലോസ് അല്ലേ? 26,500 അല്ലേ പ്രോഫിറ്റ്? 46,500 gross loss. ഗ്രോസ് ലോസ് 46,500. ആണോ? ഗ്രോസ് ആ, ഓക്കെ, ഫൈൻ. Cost of goods sold, opening stock plus purchase plus direct expense minus closing stock. 24,000, 35,000, 2,500 minus 5,000. 56,500 കിട്ടും. സെയിൽസ് 10,000. 56. അപ്പൊ ചെലവെന്ന് സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ 46,500 ലോസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? 41,500. 41,500 അല്ല, 46. ആ, ഓക്കെ. 46,500 ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഓക്കെ, ഏറെക്കുറെ ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസിന്റെയും കാൽക്കുലേഷൻ. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെ പോവാം. ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. മൈക്ക് മ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അനലൈസിങ് ഇന്റർപ്രറ്റിംഗിലും നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ 3 സാധനങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ്. ഈ 3 സാധനങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഈ 3 കൂടി നമ്മൾ വിളിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഈ 3 നമ്മൾ വിളിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അനലൈസിങ് ഇന്റർപ്രറ്റിംഗിൽ തന്നെയാണ് പറയുന്നത്. അനലൈസിങ് ഇന്റർപ്രറ്റിംഗിലും കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന 3 ടൂളുകളിലും നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ 3 കൂടി നമ്മൾ വിളിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. നമ്മൾ സ്കൂളിലൊക്കെ ഫൈനൽ അക്കൗണ്ട്സ് എന്നൊക്കെ പറയാറില്ലേ? ഫൈനൽ അക്കൗണ്ട്സ്, ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഒരു ബിസിനസിന്റെ അവസാനത്തെ ഒരു ഭാഗം, അവസാനത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കൂടുന്നത്? ക്ലിയർ ആയില്ല? അല്ല, സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് അതിൽ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് വരത്തില്ല. ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് വരത്തില്ല. ഒരു ബിസിനസിന്റെ അവസാനമായിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടതാണ് ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എന്തായിരുന്നു? ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. പറയാ നമുക്ക് വേണ്ടെന്നോ? വേണ്ടത്. ആ, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ബിസിനസ്സിനൊക്കെ ഏറ്റവും വേണ്ടത്. നമുക്ക് ഒരുപാട് സെയിൽ ഉണ്ടായതുകൊണ്ടോ ഭയങ്കര കച്ചവടം ഉണ്ടായതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ക്യാഷിന്റെ ഫ്ലോ ഇല്ലെങ്കിൽ കഴിഞ്ഞു, മുടിഞ്ഞു എന്ന് തന്നെ പറഞ്ഞില്ല. പിന്നെ നമ്മ ഭയങ്കര ലക്ഷക്കണക്കിന് കച്ചവടം, ഫുള്ള് കടാണെങ്കിലോ ക്യാഷിന്റെ ഇൻഫ്ലോ ഇല്ല. അപ്പൊ അവിടെ ബിസിനസ് പൊടിയും. കച്ചവടം ഉണ്ടായതുകൊണ്ട് അപ്പോഴാണ് നല്ല കച്ചവടമായിരുന്നു കൂട്ടിപ്പോയി എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് ക്യാഷിന്റെ ഫ്ലോ ഇല്ല. അതുകൊണ്ട് ചില ട്രെയിനേഴ്സ് ഒക്കെ പറയാറില്ലേ, ക്യാഷിന്റെ ഫ്ലോ ഇല്ലെങ്കിൽ പിന്നെ പരിപാടി നിർത്തിയിട്ട് വേറെ പോയത്. ഇന്ന് ഒരാൾ ചോദിച്ചു, ഇന്ന് ബഹ്റൈനിൽ നിന്ന് ഒരാൾ വിളിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട്. ഭയങ്കര കച്ചവടം ഉണ്ട്, മാർക്കറ്റ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഇവർക്ക് ഒരു ഓർഡർ കൊടുക്കണം. അവർ പറയും നമ്മളൊരു അഗ്രിമെന്റ് എഴുതാം. എൻ്റെ ഫ്രണ്ടാ, അഗ്രിമെന്റ് എഴുതാം, പൈസ കച്ചവടം നടന്നതിന് ശേഷം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു അഗ്രിമെന്റ് വേണ്ട, അവരോട് തിരിച്ചൊരു അഗ്രിമെന്റ് എഴുതാൻ വേണ്ടി പറയും. ആദ്യം പൈസ തരാം, സാധനം എത്തിയിട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു തരാന്നുള്ളൊരു അഗ്രിമെന്റ് തിരിച്ച് എഴുതി കൊടുത്തേക്കെന്ന് പറഞ്ഞു. അതപ്പോൾ അവർക്ക് വേണ്ട. അതിനർത്ഥം എന്താ? അവർക്ക് വേണ്ടെന്ന് പറയുമ്പോൾ എന്താ? ആ കച്ചവടം അവർക്ക് പൈസ കിട്ടൂല എന്ന് തന്നെയാണ് അതിന്റെ മലയാളം. അപ്പം ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ എന്നുള്ളത് മറ്റൊരു ടോപ്പിക്കാണ്, ഇതിനകത്ത് വരുന്നില്ല. പക്ഷെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ബിസിനസ് പൊളിയും. ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ബിസിനസ് പൊളിയും. ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ബോസിനെ റിപ്പോർട്ട് ചെയ്യണം. അവിടെ ഈ ക്യാഷ് ഫ്ലോ റെഡിനെസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് പീരിയഡ്സുകൾ സെറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ടേംസ് സെറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഈ ക്യാഷ് ഫ്ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോഴാണ് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യും. ഇന്ന ആളുകളിൽ നിന്ന് ഇത്ര പൈസ ആയിട്ടുള്ള റിസ്ക് ലിമിറ്റ് ഇത്രയാണെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് നമ്മൾ സെറ്റ് ചെയ്യും.
പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ: ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. നമ്മൾ പഴയ കാലത്തൊക്കെ പഠിച്ച ഫൈനൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 2 സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 2 സ്റ്റേറ്റ്മെന്റിലാണുള്ളത്. ഒന്നാമത്തത് ഇൻകം സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഫൈനൽ അക്കൗണ്ട്സിൽ 2 സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ആണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഫൈനാൻഷ്യൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ പൊസിഷൻ. അപ്പൊ ബാലൻസ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബിസിനസ്സിലെ ഇൻകത്തിനെ കുറിച്ചും ലോസിനെ കുറിച്ചാണ് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വരുമാനം എത്രയുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ 2 സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏത് ബിസിനസ് ആയാലും, മാനുഫാക്ചറിങ് ആയാലും, ട്രേഡിംഗ് ആയാലും, സർവീസ് ആയാലും, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ ലാഭം എത്ര ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ബിസിനസിന്റെ പൊസിഷൻ എന്താണ്, ആ ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ മുതലാളിമാരെപ്പോഴും ചോദിക്കുന്നതാ, ബാലൻസ് ഷീറ്റ് കഴിഞ്ഞ 2 വർഷത്തെ ബാലൻസ് ഷീറ്റും ഉണ്ടാ, 3 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ടാ. ബാങ്കുകാരെന്താ ചോദിക്കാം? 2 വർഷത്തെ ബാലൻസ് ഷീറ്റ്. ലോൺ തരണമെങ്കിൽ ചോദിക്കും 2 വർഷത്തെ ബാലൻസ് എന്താണ് ഇപ്പോഴത്തെ ബിസിനസിന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അവരൊരിക്കലും വല്ലാണ്ട് ചോദിക്കില്ല. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അവർ അധികം ചോദിക്കില്ല. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അവർ ചോദിക്കും നമ്മുടെ സെയിൽസ് എങ്ങനെയാണ് അടുത്ത വർഷത്തേക്ക് പോവുക എന്നുള്ളതിന്റെ പ്രൊജക്ഷന് വേണ്ടിയിട്ട് അവർ ചോദിക്കാം. പക്ഷെ എല്ലാ ബാങ്കുകാരും ചോദിക്കുന്നത്, ഇപ്പൊ ലോൺ ആവട്ടെ, ഓടി എടുക്കാൻ വേണ്ടി ആവട്ടെ, മറ്റേതെങ്കിലും ലോങ് ടേം ലോണുകൾക്കൊക്കെ ബാങ്കുകാർ ചോദിക്കുന്നത് ബാലൻസ് ഷീറ്റ്. എന്തുകൊണ്ടാണ്? ബിസിനസിന്റെ പൊസിഷൻ ഈ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ? ബിസിനസ്സിന് എത്ര രൂപ ലാഭമുണ്ട്, ആന്റിസിപ്പേറ്റ് ദ പ്രോഫിറ്റ്. അത് നമുക്ക് എവിടെ നോക്കാൻ പറ്റും? ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നോക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്കൊരു പ്രൊജക്ഷൻ ഉണ്ടാക്കാം. അടുത്ത 5 വർഷം ഇങ്ങനെ, അടുത്ത 3 വർഷം ഇങ്ങനെ എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രൊജക്ഷൻ എവിടെ വെച്ചുണ്ടാക്കാം? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കിട്ടിയാൽ. ബാലൻസ് ഷീറ്റിന് ഒരു ഒറ്റ കാര്യമുള്ളൂ. ബിസിനസ് ഇപ്പം ഇയാൾക്ക് കൊടുത്താൽ ഇയാൾ മുടിഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ബാങ്കുകാർ ചിന്തിക്കുന്നത് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ്. പറ്റിയോ? ഇനി ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ആദ്യത്തെ അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഫൈനൽ അക്കൗണ്ടിൽ ആദ്യം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ബിസിനസ്സിനകത്ത് എപ്പോഴാണോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പം മുതൽ എന്ത് ചെയ്യും? ഈ ഒരു അക്കൗണ്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വരച്ചുതരാം. നിങ്ങൾ അതുപോലെ ഒന്ന് വരച്ചു വെക്കണേ ട്രേഡിംഗ് അക്കൗണ്ട്. എന്നിട്ട് അതിനകത്താണ് നമ്മൾ ഇനി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ മാനുവൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആണ് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാലും നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഞാൻ ആദ്യം ഇതിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ വരയ്ക്കാം. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. നിങ്ങൾ ഇതുപോലെ വരച്ചു വെച്ചേക്കും. ആദ്യത്തെ ഈ കോളത്തിനകത്ത് നമുക്ക് പർട്ടിക്കുലർ എഴുതാം. പർട്ടിക്കുലർ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എമൗണ്ട് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നെ ഒരു പർട്ടിക്കുലർ പിന്നെയും വരും. എമൗണ്ട്. ഓക്കെ,
ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. ഈ പർട്ടിക്കുലർ രണ്ടും ഒരേ രീതിയിലാട്ടോ വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാം. ഈ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണിത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണെങ്കിൽ ഫോർമാറ്റ് എഴുതിയേക്കാം. ഓക്കെ ഓക്കെ ഇനി ഈ ഭാഗത്ത് ഇതിന്റെ ഡെബിറ്റ് ഭാഗത്ത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എഴുതുക. ഈ ഭാഗത്ത് നമ്മൾ ഇൻകംസ് ആണ് എഴുതുക. ഈ ഭാഗത്ത് എന്തൊക്കെയാണ് എഴുതുന്നത് നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സിൽ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ദെൻ പർച്ചേസ്. പർച്ചേസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പർച്ചേസിന് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ അത് റിട്ടേൺസ് ഒക്കെ കുറച്ചിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പർച്ചേസിന് ചിലപ്പോൾ റിട്ടേൺ ഒക്കെ ഉണ്ടാവും. അതാണ് ഫൈനൽ എമൗണ്ട്. ആ എമൗണ്ട് എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെ എടുത്ത് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഇങ്ങനെ എടുത്ത് എഴുതാം. പർച്ചേസ് നമുക്കൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ഉദാഹരണം, പർച്ചേസിന് ഒരു എമൗണ്ട് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ റിട്ടേൺ കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്ത് എഴുതാം. ഓക്കെ. പിന്നീട് നമുക്ക് ഈ ഒരു പർച്ചേസിന് എന്തൊക്കെ തരത്തിൽ നമുക്ക് ചെലവ് വന്നിട്ടുണ്ടോ ആ ചെലവുകളെല്ലാം ഇവിടെ ഇതിനെ താഴത്ത് എഴുതി പോവാം. ഡയറക്റ്റ് എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ പർച്ചേസിന് വേണ്ടി ഈ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഒക്കെ നടത്താൻ നമുക്ക് ഏതൊക്കെ ചെലവാണോ നമുക്ക് വന്നത് അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ചിലപ്പം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേജ് വന്നിട്ടുണ്ടാകാം. ആ വേജ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ക്ലിയർ ആയോ? ചിലപ്പോൾ ക്യാരേജ് ഇൻവോൾവ്, അതെന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. പിന്നെന്തൊക്കെയാണ് ഉണ്ടാവുക പർച്ചേസ് ചെയ്യുമ്പോൾ? ഫ്രൈറ്റ് ഉണ്ടാവും, അല്ലേ? ഫ്രൈറ്റ് ഉണ്ടാകാം. കസ്റ്റം ഡ്യൂട്ടി ഉണ്ടാകാം. കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡ്യൂട്ടിയാണ് കസ്റ്റം ഡ്യൂട്ടി. അത് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ചിലവാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ചിലവാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ടാക്സ്, അത് നമുക്കൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇങ്ങനെ എന്തൊക്കെ എക്സ്പെൻസുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ഥാപനത്തിൽ ചിലവാകുന്നോ ആ എക്സ്പെൻസുകളൊക്കെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ എഴുതി വെക്കാം. ക്ലിയർ ആയോ? ഇതാണ് ഈ ഭാഗത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് സെയിൽസ്, അല്ലേ? സെയിൽസ് നമുക്കൊരു ഫിഗർ ഉണ്ടാവും. സെയിൽസ് നമുക്ക് ചിലപ്പോൾ റിട്ടേൺ ഉണ്ടാവും, അല്ലേ? ലെസ് നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ കൂടി കൊടുക്കാം. സെയിൽസ് നമുക്ക് റിട്ടേൺ കൂടി ഉണ്ടാവും. ആ റിട്ടേൺ എന്ത് ചെയ്യാം? ഇവിടെ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ എഴുതി കൊടുക്കാം. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ടും ഇൻകം ഉള്ളത്. പിന്നെ നമുക്കിവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോഴത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്, ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗത്ത് നമ്മൾ എഴുതി വെക്കാം. ഈ നേരത്തെ നമ്മൾ ഈ സാധനം എഴുതിയില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് എക്സ്പെൻസ്, ആ ഒരു സംഭവം തന്നെ. ആ ഇക്വേഷൻ നമ്മളൊരു കള്ളിയാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. രണ്ട് ഭാഗത്തിന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ടോട്ടൽ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ലെഡ്ജറിന് ടോട്ടൽ ചെയ്ത പോലെ തന്നെ ഇതിനെയും നമ്മൾ ടോട്ടൽ ചെയ്യാം. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ രണ്ട് ഭാഗത്തും എടുത്ത് എഴുതാം. എന്നിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെ എഴുതാം? ഇവിടെ എഴുതും ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ CD എഴുതും. എന്നിട്ട് ആ സാധനത്തിന് നേരെ എടുത്തിട്ട് ഇവിടെ എഴുതും ഗ്രോസ് പ്രോഫിറ്റ് BD എന്ന് എഴുതും, ബ്രോഡ് ഓൺ ബാലൻസ്. ലോസ് ആണെങ്കിലോ ഇവിടെ ആയിരിക്കും ഗ്രോസ് ലോസ് വരിക. ഗ്രോസ് ലോസ് CD ഇവിടെ വരും. ഗ്രോസ് ലോസ് BD എവിടെ വരും? താഴത്തും വരും. ക്ലിയർ ആയല്ലോ? ആ കൺഫ്യൂഷൻ ആയോ? ഹലോ, സെറ്റ് അല്ലേ? വേറെ ഒന്നും കൂടി പറഞ്ഞുതരാം. എവിടെ പറയണ്ടേ? പറഞ്ഞോളൂ. എവിടെ പാളിയത് പറഞ്ഞോളേ, കുഴപ്പമില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മുതൽ ഫിനാൻഷ്യൽ
സ്റ്റേറ്റ്മെന്റ് മുതലാണോ? നോക്കോളെ, സ്ക്രീൻ കിട്ടുന്നില്ലേ? ഒന്നുകൂടി നോക്കേ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ അവസാനത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ ഡോക്യുമെന്റ്സുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയാം. ഫൈനൽ അക്കൗണ്ട്സിൽ 2 അക്കൗണ്ട്സുകൾ ഉള്ളത്. ഒന്നാമത്തത് ഇൻകം സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് സ്ഥാപനത്തിന് എത്ര വരുമാനം ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? വരുമാനം എത്ര ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് 2 സ്റ്റേറ്റ്മെന്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തത് ട്രേഡിംഗ് അക്കൗണ്ടും രണ്ടാമത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഇത് 2 പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ബിസിനസിന്റെ നഷ്ടവും ലാഭവുമാണ് കിട്ടുക. നഷ്ടത്തിനെ കുറിച്ച് ആരും പറയില്ലല്ലോ, ഇൻകത്തിനെ കുറിച്ചല്ലേ പറയുള്ളൂ. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഇൻകം ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ എന്തിനാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വരുമാനത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ അതിന് വിളിക്കൽ എന്നാ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കാം. ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി പറയാനാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിസിനസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എങ്ങനെ പറയാം? ഓൻ എത്ര അസറ്റ് ഉണ്ട്, അവൻ എത്ര ബാധ്യത ഉണ്ട് നോക്കിയിട്ടല്ലേ ഓനെ കുറിച്ച് നമ്മളൊന്ന് അളക്കുക അല്ലേ? നാട്ടിലൊരു മുതലാളി നമ്മളെങ്ങനെ അളക്കുക? ഓനടുത്ത് 2 വണ്ടിയുണ്ട്, നല്ല വീടുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്. എന്നാൽ ഒരു പാപ്പർ സൂട്ടായ ചങ്ങേനെ എങ്ങനെ അളക്കാം? അവൻ എന്ത് തുടങ്ങിയാലും പോക്കാണ്, അവനടുത്ത് ഒന്നുമില്ല, ഫുള്ള് ലാബിലിറ്റി ആണ് അല്ലേ? അപ്പൊ ഇത് എന്താണെന്ന് ബിസിനസ്സിനെ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റ് നിത്യജീവിതത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ അളക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? നിത്യജീവിതത്തിൽ മനുഷ്യനെ അളക്കാൻ നോക്കൂലേ? അസറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഓക്കെ സെറ്റാണ്. ലാബിലിറ്റി സൈഡ് കൂടുതലാണെങ്കിലോ? നമ്മളെ കുടുംബത്തിൽ തന്നെ അസറ്റ് സൈഡ് കൂടുതൽ ആളുകളും ലാബിലിറ്റി സൈഡ് കൂടുതൽ ആളുകളും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാകത്തില്ലേ? ഇത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വരക്കുന്നൊന്നുമില്ല, പക്ഷെ നമുക്കറിയാം നമ്മൾ മിക്കവാറും 2 ഈക്വലായ ആളുകളായിരിക്കും. നഷ്ടമില്ല, ലാഭമില്ല, ബറാബർ പോകുന്നതാണ്. നാളെ എന്ത് എന്നുള്ള ചോദ്യമുള്ള ആളുകളായിരിക്കും അധികവും. അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട് നാളത്തെ കുറിച്ച് ഇല്ലേ? എല്ലാരും കൈവന്തിക്കണ്ടല്ലോ. ശരിയാവും എല്ലാമേ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ലേ വരിക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ലേ വരിക? അവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലല്ലോ സാറേ? അവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലോ? ഏതൊക്കെ കേസിലാണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, സ്ഥാപനത്തിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരിക? എല്ലാ സ്ഥലത്തും വരും ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം അല്ല, ട്രേഡിംഗ് നമ്മുടെ ബിസിനസ്സിലാണ് ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഇൻകം ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബിസിനസ് അല്ലേ? ട്രീറ്റ് ചെയ്യണം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിസിനസ് അല്ലേ? അതെ, പക്ഷെ അവിടെ ഇൻകം ട്രേഡിംഗ് അല്ല പ്രിപ്പയർ ചെയ്യുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ല അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. അതിന്റെ ബേസ് എന്താ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ബേസ് എന്താ? പോയോ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഫീസുകൾ, അതിന്റെ ബേസ് എന്താ? അതിന്റെ ബേസ് എന്താ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നതിന്റെ ബേസ് എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താ? അത് ഓക്കെ. അത് ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് എക്സ്പെൻസ് ചെയ്തു, മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്തു? ഇൻകം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് എക്സ്പെൻസ്, ഒരു ഭാഗത്ത് ഇൻകം ചെയ്തൂല്ലേ? അതെ. അതന്നെ ഞാൻ പറഞ്ഞ ഇൻകം സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ അതിനെ ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് എന്നോ ഇൻകം എക്സ്പെൻസ് അക്കൗണ്ട്സ് എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ ചിലതില് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ? നിങ്ങൾക്ക് എങ്ങനെ വിളിക്കാം. നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങളെ കമ്പനിക്ക് ഇഷ്ടമുള്ള ഒരു പേര് വിളിച്ചിട്ട് വരുമാന ലാഭ അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. പേര് ജസ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ, അതായത് മാനുഫാക്ചറിങ് അക്കൗണ്ടിലായാലും ട്രേഡിംഗ് അക്കൗണ്ടിലായാലും പിന്നെ സർവീസ് അക്കൗണ്ട്സിലായാലും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് ആ ബിസിനസിന്റെ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾക്ക് ട്രേഡിംഗ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ ഇൻകം സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടോ
പിന്നെന്താ ലോസ് അക്കൗണ്ട് എന്നോ എന്ത് Receipts and വേണമെങ്കിലും payments. വിളിച്ചോ, എന്ത് വേണമെങ്കിലും വിളിച്ചോ. അതിന്റെ Receipts and ബേസ് payments. എന്ന് പറയുന്നത് ആ നടക്കുന്ന കച്ചവടത്തില് നമുക്ക് എന്ത് കിട്ടി എന്നറിയാനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇതിന്റെ എല്ലാം ബേസ് പ്രവർത്തിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. സർവീസ് Okay. അക്കൗണ്ട്സിൽ അത് ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ് എന്ന് പറയും. വേറെ ഇല്ല, സംഭവത്തിന്റെ ബേസ് എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് നമ്മൾ പ്രധാനമായിട്ടും Okay. സർവീസിന്റെ അക്കൗണ്ട്സ് നമ്മൾ പഠിക്കും, പ്രാക്ടിക്കൽ അക്കൗണ്ട്സ്. അപ്പൊ ആ സർവീസിന്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പഠിക്കുമ്പോൾ അത് ക്ലിയർ ആവും. ഇതെല്ലാത്തിന്റെയും ബേസ് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് മൊത്തം ബേസ് ആണ്, അഡ്വാൻസ് ലെവലിലേക്ക് ഒന്നും കയറിയിട്ടില്ല. ക്ലിയർ ആയല്ലോ മനോഹർ സാറേ? സർവീസിന്റെ അക്കൗണ്ട്സ് പറയും, സർവീസിന്റെ Okay. എഡ്യൂക്കേഷൻ ഞാൻ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗുരുവായൂരാണ് അക്കൗണ്ട്സ് സാറേ. നമുക്ക് മനസ്സിലായി. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട്സുകൾ എങ്ങനെയാ ചെയ്യുക, അക്ഷയ പോലെയുള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അപ്പൊ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഇനി നമ്മൾ ഞാൻ ഗുരുവായൂർ റൂമിൽ ഇരുന്നിട്ട് മാനുഫാക്ചറിംഗ് വാച്ച് ചെയ്യാം അക്കൗണ്ട്സിലേക്ക് വീഡിയോ. പോകുന്ന സമയത്ത് ഓയിൽ കമ്പനികളുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ BOM ബിൽ ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരുപാട് പ്രൊഡക്റ്റുകൾ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് എങ്ങനെയാണ്, അപ്പൊ അവിടെ എടുക്കുന്ന റിപ്പോർട്ടുകൾ ഡിഫറെന്റ് ആയിരിക്കും മാനുഫാക്ചറിംഗ് സെഗ്മെന്റിൽ. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സൂപ്പർ മാർക്കറ്റിന്റെ അക്കൗണ്ട്സ് ആണ്, ഹൈപ്പർ മാർക്കറ്റ്. എല്ലാത്തിന്റെയും ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുക. പക്ഷെ എല്ലാത്തിന്റെയും ബേസ് ഇത് തന്നെയാണ്. ബേസ് ഒന്നും ലെഡ്ജർ, പക്ഷെ ട്രയൽ ഹെഡിങ് ബാലൻസ്, മാറും. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെറ്റ് അല്ലേ? യെസ്. ഹെഡിങ് മാത്രം മാറും. ആ പേര് മാറിക്കോട്ടെ. പേര് ഇപ്പൊ നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ. നിങ്ങളുടെ പേര് വേണുഗോപാൽ, എന്റെ പേര് യൂനിസ്, റംസീനാന്റെ പേര് റംസീന എന്നുണ്ടാവും, വിഷ്ണുവിന്റെ പേര് വിശ്വ. സംഭവങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെയല്ലേ. അങ്ങനെ ആലോചിച്ചാൽ മതി. എല്ലാവർക്കും രണ്ട് കാലും രണ്ട് കൈകളാണ്, അത്ര ആലോചിച്ചാൽ മതി. ബാക്കിയൊക്കെ റെഡി ആയിട്ട് വരും. ക്ലിയർ ആയില്ല? സംഭവങ്ങളൊക്കെ അറിയാം. നമ്മൾ ആ ഒരു അക്കൗണ്ട്സ് സ്പെഷ്യലായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം ഐഡിയ കിട്ടാത്ത ആളുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മിസ്സായി പോകും. ഓക്കെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഈ സർവീസ് ഒക്കെ നമ്മൾ റോഡ് പണിയെടുക്കുമ്പോൾ മറ്റു പണിയെടുക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ടേം വരുന്നില്ലേ. ഒക്കെ നമ്മൾ ഈ എക്സ്പെൻസ് ആയിട്ട് ഒരിക്കലും അതിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അതിന് എക്സ്പെൻസ് ആയിട്ട് പഠിക്കാൻ ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എക്സ്പെൻഡിച്ചർ എന്നുള്ളത് വേറെ തന്നെയാണ്, എക്സ്പെൻസും വേറെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ പഠിച്ചോളൂ. അതിന് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ്. കാരണം എല്ലാവരും +1 +2 ഒക്കെ ഉള്ള ആളുകളല്ലേ. നേരെ മറിച്ച് CMക്കാർക്ക് എടുക്കുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് വേറെ തന്നെ ടേമും സെക്ഷനും സബ്സെക്ഷൻ ആയിട്ട് പോകും. അപ്പം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകും. ഇപ്പം എല്ലാവർക്കും കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് നമ്മൾ ക്ലിയർ ആവും കേട്ടോ. എനിവേ, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ഇതുവരെ ക്ലിയർ ആയില്ല. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സിനകത്തായാലും നമുക്ക് വരുമാനം കിട്ടണം. ആ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്ന് മനസ്സിലാക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് പറയാം. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് മാത്രം പറയാം. ഈ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാ, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് എന്താ കിട്ടുക? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ കച്ചവടത്തിൽ ഉണ്ടായിട്ടുള്ള ലാഭവും നഷ്ടവുമാണ് കിട്ടുക. അതിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിനെ നമ്മൾ ഇങ്ങനെ നീട്ടി എഴുതിയില്ലേ, ആ നീട്ടി എഴുതിയതിനെ നമ്മളൊരു കള്ളിയാക്കി എഴുതിയെന്ന് മാത്രം ആലോചിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കുകയും വേണ്ട, ആലോചിക്കുകയും വേണ്ട. അതായത് നമ്മളെ എക്സ്പെൻസ് എഴുതിയില്ലേ, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ. ഒന്നുകൂടി ആലോചിക്കാം. ഇപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്തില്ലായിരുന്നോ ഒരു ഇക്വേഷൻ? എന്തായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, equal to sales minus cost of goods sold. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് Sales മൈനസ് minus കോസ്റ്റ് cost of ഓഫ് ഗുഡ്സ് സോൾഡ്. goods sold. ഇതാണ് നമ്മൾ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ അല്ലെ? നമ്മൾ നേരെ എഴുതി പഠിച്ച ഇക്വേഷൻ ഇതല്ലേ അല്ലെ? ഈ ഒരു സംഭവത്തിന് ഒരു ടേബിൾ ആക്കി എഴുതിയത് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് ഈ കാണുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇല്ലേ, ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഈ ഭാഗത്ത് കിടക്കുന്ന എല്ലാ സാധനവും. സെയിൽസുമായി ബന്ധപ്പെട്ട സാധനമാണ് ഈ ഭാഗത്ത് കിടക്കുന്ന എല്ലാം. അതിന്റെ ബാലൻസ് ആണ് ഈ കാണുന്ന ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. ആ ഒരു നീട്ടി എഴുതിയ സാധനം കോളാക്കി എഴുതിയത് മാത്രം, വേറെ ഒരു സംഭവം ഇതിനകത്തില്ല. കത്തിയോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, എക്സ്പെൻസുകൾ മൊത്തം ഇവിടെ, ഇൻകംസ് മൊത്തം ഇവിടെ, ബാലൻസ് എന്താ കിട്ടുന്നത്? അത് പ്രോഫിറ്റ്. ഒരു ഭാഗത്ത് മറ്റേതാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ മറ്റേ ഭാഗത്ത് ഗ്രോസ് ലോസ് വരും. വേറെ എല്ലാം ഒരേപോലെ തന്നെയാണ്. റെഡിയാണോ? ആ ഒരു പെർഫോമ, ആ ഒരു മോഡൽ മാത്രം നിങ്ങൾ മനസ്സിനകത്ത് വെച്ച് പോയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇനി വേണമെങ്കിൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ഇട്ടേ. ഡൗട്ട് ഉണ്ടോ? വേറെ കാണുന്നില്ല. എന്താണത്? പോയോ? ഇതന്നെ ഇപ്പൊ ഓക്കെ അല്ലേ? എന്നെ കാണുന്നില്ല എന്നാണോ? ഇപ്പൊ ഓക്കെ. അല്ല, നേരത്തെ സ്ക്രീൻ കാണുന്നുണ്ടായിട്ടില്ല. ഓക്കെ, റെഡി അല്ലേ?
ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ആക്കി എഴുതിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി കിട്ടും. ഇനി ഈ സംഭവം നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആക്കിയിട്ടൊന്ന് എഴുതേ. ഓപ്പണിംഗ് സ്റ്റോക്ക് നേരത്തെ നമ്മൾ നീട്ടിയല്ല എഴുതിയിരുന്നത്. ഈ സംബന്ധം ഇങ്ങനെ വെറൈറ്റി ആക്കി എഴുതി വെക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 14,000, പർച്ചേസ് 36,000, സെയിൽസ് 92,000, സെയിൽസ് റിട്ടേൺ 2,000, പർച്ചേസ് റിട്ടേൺ 3,000, വേജ് 4,000, കാരേജ് ഇൻവോൾവ് നമുക്കൊരു 2,500 ഇടാം. പവർ ആൻഡ് ഫ്യൂവൽ ഇത് നമുക്ക് മാനുഫാക്ചറിങ്ങിന്റെ ഒരു ചെലവായിട്ട് വിചാരിച്ചു, അല്ലെങ്കിൽ പർച്ചേസിന്റെ ഒരു ചെലവായിട്ട് മനസ്സിലായിക്കോളെ. പവർ ആൻഡ് ഫ്യൂവൽ എന്നുള്ള നിങ്ങൾക്ക് ഡൗട്ട് ആവണ്ടെന്ന് വെച്ചിട്ടാണ് പർച്ചേസിന് എഴുതിയത്. 1,400. മാനുഫാക്ചറിങ് എക്സ്പെൻസ് 1,600. ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ അക്കൗണ്ട്സിലേക്ക് മാറ്റി എഴുതണം. മറ്റേ അക്കൗണ്ട്സ് മീൻസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സംഭവമാക്കിയിട്ട് എഴുതാം. ഏത് എങ്ങനെ എഴുതാം? നേരെ നീട്ടി എഴുതാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് കൂട്ടാം, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ കുറക്കാം, എക്സ്പെൻസുകൾ പർച്ചേസ് ഒക്കെ കൂട്ടിയിട്ടൊക്കെ എഴുതാം. പക്ഷെ അതിന് പകരം ആ ഒരു ഫോർമാറ്റിൽ അങ്ങനെ തന്നെ എഴുതി. ഒരു ഫോർമാറ്റ് വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എഴുതി നോക്കി. പതുക്കെ ചെയ്തോളൂ കേട്ടോ, തെറ്റരുത്. വേണുഗോപാൽ സാറേ, മകനുണ്ട് അടുത്ത്? മ്യൂട്ട് ചെയ്തൊക്കെ, അൺമ്യൂട്ടാ. അല്ല, ഗുരുവായൂർ വന്നതാണ്, ഗുരുവായൂർ തൊഴുകാൻ. ഗുരുവായൂർ നിങ്ങളുള്ള അവിടെ ക്ലാസ് കേൾക്കുന്നത്? അതെ റൂമില്. എന്തായാലും നിങ്ങൾ അത്ര ദൂരത്ത് എത്തിയിട്ട് നിങ്ങളെ ക്ലാസ് കേൾക്കാനുള്ള ആ ഒരു സംഭവം അടിപൊളിയായിട്ടോ. ഇഷ്ടപ്പെട്ടു, സന്തോഷം. ഓക്കെ. പിന്നെ വൈഫുണ്ട്, മകനുണ്ട്, എല്ലാരും ഉണ്ടല്ലേ? കഴിഞ്ഞോ പരിപാടികളൊക്കെ കഴിഞ്ഞോ? മകനെ ശയന പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെക്കലുണ്ട്. ശയന പ്രദക്ഷിണം ഉരുള് കണ്ടിട്ടുണ്ടോ? അതിനു വേണ്ടി വന്നു. കഴിഞ്ഞോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? ഇല്ല, നാളെയാണ്. നാളെ രാവിലെ 4 മണിക്ക്. ഇന്ന് എത്തിയതാ വൈകുന്നേരം. അപ്പോഴാണ് സാറിന്റെ ക്ലാസ് തുടങ്ങി. ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഐ വിൽ സെൻഡ് യു. നിങ്ങൾ എന്തായാലും അത്രയും ദൂരത്തുനിന്ന് നിങ്ങളാ പോയ തിരക്കിനിടയിൽ ഇത് കാണാനുള്ള മനസ്സിന് അടിപൊളി, സന്തോഷം. ഓക്കെ, അതെ. മകൻ ഇവരെന്താ ചെയ്യുന്നത്? മകനാണ്. എന്താ ചെയ്യുന്നത്? ഖത്തറിലായിരുന്നു, ഇപ്പൊ അവിടെ അഡ്മിറ്റിലായിരുന്നു. എവിടെ? ഖത്തറിലെ അഡ്മിനിൽ വർക്ക് ചെയ്യായിരുന്നു, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. ഫൈൻ. ഓക്കെ, സന്തോഷം. പിന്നീട് കാണാം, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ. വെള്ളപ്പൊക്കം പോയോ? ഇറങ്ങിയോ? മൊത്തത്തിൽ ഇറങ്ങിയോ? കടനുള്ളിൽ കയറിയോ? 2 കടനുള്ളിൽ കയറി. ഉള്ളിൽ കയറി. സാധനം പോയോ? നഷ്ടമായിട്ടില്ലല്ലോ? നഷ്ടമൊന്നും വന്നില്ലല്ലോ? ഇല്ല, കുറച്ച്. എല്ലാവർക്കും വരുമ്പോ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വേണ്ടല്ലേ?
ഒരു ഷോപ്പിൽ കുഴപ്പം ഒന്നിന് ആ കുറച്ച് ആ ആ സാരല്ല. എന്തെങ്കിലും ആളുകൾ വീട് നാടൊക്കെ പോയി നമ്മളെ കുറച്ച് സാധനമല്ലേ വരുള്ളൂ. എന്റെ ഏറെക്കുറെ കൊണ്ടോട്ടി കടയിലൊക്കെ സാധനങ്ങളൊക്കെ പോയി. ഞാനുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ആ വെള്ളം എവിടെ വരെ കയറിയിട്ടുണ്ടായിരുന്നു. എന്നാലും സാരല്ല, പോട്ടെ. ആളുകള് ജീവൻ പോയില്ലേ, നമ്മള് അത്രയൊന്നും ഇല്ലല്ലോ. ഇല്ല നമ്മളൊന്നുമില്ല, പറയാൻ മാത്രമൊന്നുമില്ല. ഓക്കെ. ഇതിനകത്ത് എഴുതിയില്ലേ? ഇതിനകത്ത് എഴുതിയ സമയത്ത് 2 കോളം വരച്ചിട്ട് ഒരു ഭാഗത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇടാം, പർച്ചേസിന് ലെസ്, റിട്ടേൺ ലെസ് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഈ ഒരു ഭാഗത്ത് ഡെബിറ്റ് ഭാഗത്ത് എഴുതാം. മറുഭാഗത്ത് സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അത് കഴിഞ്ഞതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക്, അത് കഴിയുമ്പോൾ ഒരു നെറ്റ് ബാലൻസ് കിട്ടും. എത്രയാ? 48,500 കിട്ടും അല്ലേ? ഓക്കെ, 48,500. അതെന്നാണ് കിട്ടിയ 48,500 എഴുതി കിട്ടിയല്ലോ? ഈ ഒരു ഫോർമാറ്റ് വരച്ച് കിട്ടിയല്ലേ? അതെ സർ. ഓക്കെ ഓക്കെ, ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വർക്കും തരാം കേട്ടോ. അപ്പൊ അത്യാവശ്യം ഈ വീക്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പണിയെടുക്കണ്ടോ? ഈ വീക്കിൽ അത്യാവശ്യം പണി ഉണ്ടാവും. കാരണം ഇതിന്റെ ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ മൊത്തത്തിൽ അതിന്റെ എല്ലാത്തിന്റെയും 1-2 പ്രോബ്ലംസ് വരും. നന്നായിട്ട് ചെയ്യണം കേട്ടോ. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം. എന്നാൽ തന്നെ സെറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം തന്നാൽ ചിലപ്പം ടൈം ആയിപ്പോവും. നമ്മൾ അതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല.